دیگری نیست. ما برای شکست دادن قدرت‌های جهانی برنامه داریم. ما برای شکستن آمریکا و اسرائیل و شرکا و متحدان آنها برنامه ریزی میکنیم. اون نقطه مایه فساد، مایه جنگ، مایه اختلاف رژیم صهیونی است. رژیم صهیونی که غده سرطانی خطرناک مهلک این منطقه است، حتما باید برکنده شود و الله اکبر. ഇസ്രയേൽ എന്ന ക്യാൻസറിനെ തുടച്ചു നീക്കാൻ ഒരുക്കം കൂട്ടുകയായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമൈനി. അമേരിക്കയുടെ സർവനാശം കുറിക്കാനും ആഹ്വാനം ചെയ്തു നേതാവ്. പാവം ഇറാൻ ജനതയെ പറ്റിക്കാൻ വിദ്വേഷ പ്രസംഗങ്ങളും വെറുപ്പിന്റെ മുദ്രാവാക്യങ്ങളും മുഴക്കി. ഹമാസിനും ഹെസ്ബൊള്ളയ്ക്കും ഹൂതികൾക്കും ആയുധവും അർദ്ധവും നൽകി മേഖലയിലാകെ അശാന്തി വിതയ്ക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. സഹികെട്ട് ഇസ്രയേൽ പ്രതികരിച്ചു. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിൽ തീമഴ പെയ്യുകയാണ്. സൈന്യത്തിന്റെ ഉന്നത നേതൃത്വവും ആണവായുധ പദ്ധതിയുടെ ബുദ്ധികേന്ദ്രങ്ങളും ഖമൈനിയുടെ ഉപദേശകനും ഇന്ന് ജീവനോടെയില്ല. തിരിച്ചടിക്കാനുള്ള ഇറാന്റെ ശ്രമത്തിൽ ഏതാനും നിഷ്കളങ്കരുടെ ജീവൻ പൊലിഞ്ഞതൊഴിഞ്ഞാൽ കാര്യമായ ഫലവും കണ്ടിട്ടില്ല. എന്നിട്ടും US-നെയും യൂറോപ്പിനെയും ആക്രമിക്കുമെന്ന് വീമ്പ് പറയുകയാണ് ഇറാൻ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇസ്രയേലിനെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന ആഹ്വാനവുമായി പാക് പ്രതിരോധ മന്ത്രിയും രംഗത്തെത്തിയിട്ടുണ്ട്. ബ്രഹ്മോസ് താണ്ഡവമാടിയപ്പോൾ സ്വന്തം വ്യോമത്താവളങ്ങൾ പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത പാകിസ്ഥാന്റെ മറ്റൊരു വീമ്പ് പറച്ചിൽ. നമുക്ക് നോക്കാം. ഇന്നത്തെ എഡിറ്റേഴ്സ് ചോയ്സിൽ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ? നമുക്കിപ്പം അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ BJP, ശ്രീജിത്ത് പണിക്കർ സംവാദകൻ, അഡ്വക്കേറ്റ് BN ഹസ്കർ ഇടതു നിരീക്ഷകൻ, ഒപ്പം ഡോക്ടർ PJ വിൻസെന്റ് മാഷും വിദേശകാര്യ വിദഗ്ധൻ. ഇറാൻ ചോദിച്ചു വാങ്ങിയതോ? US ഇറങ്ങുമോ രംഗത്ത്? മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുന്നുവോ? നമുക്ക് ആദ്യം ശ്രീപത്മനാഭൻ ചേട്ടനിലേക്ക് പോകാം. നമസ്തേ, സ്വാഗതം. ഇറാൻ ചോദിച്ചു വാങ്ങിയതോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങ് കേട്ടു കാണും. അല്ല, ഇവിടെ എന്താ പ്രശ്നം അറിയോ? ഈ ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യവും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യവും പരസ്പരം അതിർത്തി പങ്കിടാത്ത രാജ്യങ്ങളാണ്. അങ്ങനെ പരസ്പരം അതിർത്തി പങ്കിടാത്ത രാജ്യങ്ങൾ തമ്മിൽ ഒരു സംഘർഷം നടക്കുന്നത് വളരെ അപൂർവമാണ്. ഇവിടെ ഇപ്പൊ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തെ ഏതാണ്ട് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങളും ഇസ്രയേലിനെതിരായിരുന്നു. അവർ ഇസ്രയേലിന്റെ നാശം കാണാൻ വേണ്ടിയും ഇസ്രയേലിനെ ഇല്ലാതാക്കാനും വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ചവരായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. ഇപ്പോ സൗദി അറേബ്യ, ദുബായ് പോലുള്ള അറബി രാജ്യങ്ങൾ, അതായത് എണ്ണ ഉത്പാദിപ്പിച്ച് എണ്ണ വിപണനം നടത്തി വൻതോതിലുള്ള സാമ്പത്തിക സമാഹരണം നടത്തി വലിയ വികസിത രാജ്യങ്ങളായ ഇവരൊക്കെ ഇസ്രയേലുമായിട്ടുള്ള പഴയ ശത്രുതയൊക്കെ അവസാനിപ്പിച്ച് ഇസ്രയേലുമായി നല്ല നിലയിൽ പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പൊ അത് ലോകത്തുണ്ടായ ഒരു നല്ല മാറ്റമാണ്. അതോടൊപ്പം പാലസ്തീൻകാരും എന്ന് വെച്ചാൽ വെസ്റ്റ് ബാങ്കിലും അതുപോലെ തന്നെ ജെറുസലേമിന്റെ പടിഞ്ഞാറ് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ഒക്കെ താമസിക്കുന്ന പാലസ്തീനികൾ എന്ന് വെച്ചാൽ പാലസ്തീൻ എന്ന് പറയുന്ന അവരുടെ രാജ്യം, അവരും PLOയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ PLO ഭരിക്കുന്ന പാലസ്തീനും ഇസ്രയേലുമായി പഴയ കാലഘട്ടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കുറച്ച് സൗഹാർദ്ദത്തിലും സഹകരണത്തിലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള, അതല്ലെങ്കിൽ ഈ ഇറാൻ സ്പോൺസർ ചെയ്യുന്ന ഹമാസും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും പോലുള്ള സംഘടനകളും ഇസ്രയേലുമായിട്ടുള്ള ഈ സംഘർഷം തുടരുകയാണ്. ഈ സംഘർഷത്തിൽ വളരെ കൗതുകകരമായി നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇറാനെ സഹായിക്കാൻ
ഒരു ഇസ്ലാമിക രാജ്യവും തയ്യാറായിട്ടില്ല എന്നാണ്. ഇറാന് വേണ്ടി ആയുധം കൊടുക്കാനോ ഇറാന് സാമ്പത്തികമായി സഹായിക്കാനോ യുദ്ധ സന്നാഹങ്ങൾ ഒരുക്കി കൊടുക്കാനോ ഇന്നാരും ഒരു ഇസ്ലാമിക രാജ്യവും തയ്യാറായിട്ടില്ല. പാകിസ്ഥാനാണ് ഇപ്പോൾ ഒരു പ്രസ്താവനയായി വന്നിട്ടുള്ളത്. പാകിസ്ഥാൻ പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ഇറസ്പോൺസിബിൾ കൺട്രിയാണ്, അവർക്ക് എന്തും വിളിച്ചു പറയാം, അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് ഇറാൻ ഏതാണ്ട് ഒറ്റയ്ക്ക് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. അതേ സമയത്ത് ഇസ്രായേലിന്റെ ഭാഗത്ത് അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട്. പാശ്ചാത്യ ലോകത്ത് പലരും ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അപ്പർ ഹാൻഡ് ഇസ്രായേലിനാണ് ഉള്ളത്. മാത്രവുമല്ല ഇസ്രായേലിന്റെ ആയുധങ്ങളാണ് കൂടുതൽ ഫലപ്രദം. ഈ ഇറാൻ ഇസ്രായേലിലേക്ക് അയക്കുന്ന 100 ഡ്രോണുകളിൽ ഒരു 5-8 മാത്രമേ ഇസ്രായേലിൽ പതിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ആകാശത്ത് പൊട്ടുകയാണ്. അതേസമയത്ത് ഇസ്രായേൽ അയക്കുന്ന ഏതാണ്ട് എല്ലാ മിസൈലുകളും അവർ വളരെ സ്പെസിഫിക് ടാർഗറ്റ് ആണ് നോക്കുന്നത്. അതായത് ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ, ഇറാന്റെ പട്ടാള മേധാവികൾ, രഹസ്യാന്വേഷണ മേധാവികൾ, ഇവരൊക്കെ താമസിക്കുന്ന വീടുകൾ അല്ലെ ഫ്ലാറ്റുകൾ, ഇവയൊക്കെ ലക്ഷ്യമിട്ടിട്ടാണ് ഇസ്രായേൽ അവരുടെ മിസൈലുകൾ അയക്കുന്നത്. ഇത് ഏതാണ്ടൊക്കെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നുണ്ട്. ഇറാന് വലിയ എന്താ പറയാ ആൾനാശവും അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ മേഖലകളിൽ വലിയ നാശനഷ്ടവും സംഭവിക്കുന്നുണ്ട്. ഒരു ലോക മഹായുദ്ധത്തിലേക്കൊന്നും പോകാൻ സാധ്യതയില്ലെങ്കിലും ഇറാന് കടുത്ത പ്രഹരം, കടുത്ത ക്ഷീണം, കടുത്ത നഷ്ടം വരുത്തി വെക്കുന്ന ഒരു യുദ്ധമായിരിക്കും ഇത്. അതോടൊപ്പം ഇസ്രായേലിനും നാശനഷ്ടങ്ങൾ സംഭവിക്കും, അതിലൊരു സംശയവുമില്ല. പക്ഷെ ഈ യുദ്ധം നീണ്ടുപോകുന്നത് പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് വളരെ ദോഷം ചെയ്യും. മാത്രവുമല്ല എണ്ണ ഉൽപാദന കേന്ദ്രമാണ്, എണ്ണ ഉൽപാദന മേഖലയാണ്. ഇവിടെ ഒരു യുദ്ധ അന്തരീക്ഷം ഉണ്ടായാൽ അത് എണ്ണ ഉൽപാദനത്തെയും വിപണനത്തെയും ബാധിക്കും. ലോക മാർക്കറ്റിൽ എണ്ണയുടെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധം ഐക്യരാഷ്ട്രസഭയോ മറ്റു ലോകരാജ്യങ്ങളൊക്കെ ഇടപെട്ട് അവസാനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇത് എല്ലാവർക്കും നഷ്ടം വരുത്തി വെക്കും. സ്വാഭാവികമായിട്ടും ഇറാൻ ആയിരിക്കും വലിയ നഷ്ടം സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീജിത്ത് പണിക്കർ ചേരുന്നു നമ്മോടൊപ്പം. ശ്രീജിത്ത്, തുടക്കത്തിൽ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതുപോലെ തന്നെ പ്രിസൈസീവ് പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് ആയിരുന്നു ഇസ്രായേൽ നടത്തിയത്. അതിനു മുമ്പ് ചില പ്രസംഗങ്ങൾ, ആഹ്വാനങ്ങൾ കേൾപ്പിച്ചിരുന്നു. ആയത്തുള്ള ഖമൈനിയുടേതടക്കം ഇസ്രായേൽ ഭരണം എന്ന ക്യാൻസറിനെ തുടച്ചു നീക്കണം, അമേരിക്കയ്ക്ക് സർവനാശം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പൊള്ളയായ ചില മുദ്രാവാക്യങ്ങൾ. ഇറാൻ ഇപ്പോൾ ചോദിച്ചു വാങ്ങിയതാണോ? നിലനിൽപ്പിന്റെ പോരാട്ടം എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഈ ശല്യം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിറങ്ങിയതാണോ ഇസ്രായേൽ? കാരണം ഈ രണ്ട് രാജ്യങ്ങളുടെയും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് തുടക്കത്തിൽ വലിയ സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധം നയതന്ത്ര രംഗത്ത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇസ്ലാമിക് റവല്യൂഷൻ നടക്കുന്നതോടുകൂടി 1979 ഇറാനും ഇസ്രായേലും തമ്മിൽ കടുത്ത ഭിന്നതയിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെ കടുത്ത ഭിന്നതയിലേക്ക് പോകുന്ന സമയത്ത് ഇന്നിപ്പോ ആയത്തുള്ള ഖമേനി പറയുന്ന അതേ നിലപാടുകൾ ആ സമയത്ത് നമ്മൾ കേട്ടതാണ്. രണ്ട് സ്വതന്ത്ര സോവറിൻ രാജ്യങ്ങളാണ് എങ്കിൽ പോലും, നേരത്തെ ഇസ്രായേലിനെ ഇറാൻ അംഗീകരിച്ചിരുന്നതായിരുന്നു എങ്കിൽ പോലും, ഇങ്ങനെ ഒരു രാജ്യം ഈ ഭൂമുഖത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലത്തേക്ക് ഒരു വലിയ നിലപാട് മാറ്റം അവരുടെ ഭാഗത്തു നിന്ന് വരികയാണ്. എന്ന് വെച്ചാൽ ഇവർ ഈ രാജ്യത്തിനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ആ രാജ്യത്തിന്റെ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനാണ് തങ്ങളുടെ താല്പര്യം എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതിനുശേഷം 40-45 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ ഇതുവരെയും അതിനെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ടില്ല. എന്ന് വെച്ചാൽ ആ ഒരു പൊസിഷൻ അന്ന് മുതൽ ഇന്ന് വരെ ഇവർ തുടർന്നുകൊണ്ട് പോരുകയാണ്. പക്ഷെ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധമുള്ള ഇസ്രായേൽ ഒരു സമയത്തും ഇറാൻ ഈ ഭൂമുഖത്ത് ഉണ്ടാകേണ്ടുന്ന ഒരു രാജ്യമല്ല എന്ന നിലയ്ക്കുള്ള ഒരു പ്രസ്താവന തിരികെ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഇറാന്റെ സോവറിനിറ്റിയെ പൂർണ്ണമായിട്ടും ഇസ്രായേൽ അംഗീകരിക്കുമ്പോൾ ഇസ്രായേലിന്റെ സോവറിനിറ്റി അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു രാജ്യം തന്നെ ഉണ്ടാകേണ്ടെന്ന ആവശ്യമില്ല, അത് കംപ്ലീറ്റ്ലി നശിക്കണം എന്ന താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പൊ ഇതാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള നിലവിലെ ബന്ധം. തന്നെയുമല്ല, ഈ രാജ്യം നശിക്കണം എന്നുള്ളത് ഇവരുടെ ഒരു പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. നേരിട്ടൊരു ആക്രമണത്തിന് പോകുന്നതിന് പകരം പരോക്ഷമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് പലപ്പോഴും ഇറാൻ റിസോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇസ്രായേലിനെതിരെ നിലപാടെടുത്തിരിക്കുന്ന മറ്റ് സംഘങ്ങൾ, അതേപോലെയുള്ള വിമത സംഘടനകൾ, വിഘടനവാദികളായിട്ടുള്ള ആൾക്കാർ, തീവ്രവാദ സംഘടനകൾ, ഇവർക്കെല്ലാം വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള എല്ലാ സഹായവും, സാമ്പത്തിക സഹായമെങ്കിൽ അങ്ങനെ, സൈനിക സഹായമെങ്കിൽ അങ്ങനെ, അഡ്വൈസറി എങ്കിൽ അങ്ങനെ, ഇതെല്ലാം തന്നെ നിരന്തരം നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ.
അതിപ്പോ ഹെസ്ബുള്ള ആയാലും ഹമാസ് ആയാലും ഹൂത്തികളായാലും ഇവർക്കെല്ലാം വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള പിന്തുണ നൽകുകയും അവരുടെ പോരാട്ടം എന്നത് ഇസ്രായേലിനെതിരെയാണ് എന്നതുകൊണ്ട് മാത്രം സമാധാനം കിട്ടുകയും ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് അന്താരാഷ്ട്ര രംഗത്ത് നയതന്ത്രപരമായിട്ട് ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിനെതിരെ സ്വീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാട്, പാടില്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇപ്പൊ നമുക്കറിയാം, രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും 1947 ഓഗസ്റ്റിൽ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ഉള്ള രണ്ട് രാജ്യങ്ങളായിട്ട് സ്ഥാപിക്കപ്പെടുന്നു. ആ സമയം മുതൽ തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ കടുത്ത ശത്രുത നിലനിൽക്കേണ്ടുന്ന സാഹചര്യവുമുണ്ട്, പ്രത്യേകിച്ച് കാശ്മീരിനെ ചൊല്ലി. പക്ഷെ ഇന്നുവരെ ഇന്ത്യ നിലനിൽക്കേണ്ടതല്ല എന്ന് പാകിസ്ഥാനോ പാകിസ്ഥാൻ നിലനിൽക്കേണ്ടതല്ല എന്ന് ഇന്ത്യയോ പറഞ്ഞിട്ടില്ല. നമ്മളാണ് ആദ്യം ആണവായുധ കപ്പാസിറ്റി കൈവരിച്ച ഒരു രാജ്യം. എന്നിട്ട് നമ്മൾ അതിനെ നമ്മുടെ ഒരു അഡ്വാൻറ്റേജിന് വേണ്ടി ഏകപക്ഷീയമായിട്ട് നമ്മൾ പാകിസ്ഥാന് മേൽ ഉപയോഗിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി നമ്മൾ എല്ലായ്പ്പോഴും കാണിച്ചിട്ടുണ്ട്, പാകിസ്ഥാനും അത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പൊ രണ്ട് രാജ്യങ്ങളും ആണവ രാജ്യങ്ങളാണ് എന്നത് മാത്രമല്ല, ഇന്ത്യ ഏകപക്ഷീയമായി നമ്മൾ മാത്രം ആണവശക്തി നേടുന്ന സമയത്തും നമ്മളത് പാകിസ്ഥാനെ നേരിടുന്നതിന് വേണ്ടി അതിനെ ഉപയോഗിച്ചിട്ടില്ല. ആ രീതിയിലത്തേക്കുള്ള ഒരു ആണവോർജവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അതിനെ വാർഹെഡായിട്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ കംപ്ലീറ്റ് റെസ്ട്രെയിന്റ് എല്ലാ ഭാഗത്തും എല്ലാ കാലത്തും പുലർത്തിയിരിക്കുന്ന രാജ്യമാണ് നമ്മുടേത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇറാൻ അങ്ങനെയല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ബാലിസ്റ്റിക് സംവിധാനം അവിടെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളുമായി ബന്ധപ്പെട്ട് ഇവർക്കൊരു ട്രീറ്റി ഉണ്ടായിരുന്നു. ആ ട്രീറ്റിയിൽ സിഗ്നറ്ററി ആയിട്ട് ഇവരോടൊപ്പം തന്നെ അമേരിക്കയും UK-യും ജർമ്മനിയും ഫ്രാൻസും ചൈനയും റഷ്യയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള കുറെ നിബന്ധനകൾ ആ സമയത്ത് കൊണ്ടുവരുന്നതിന് പ്രസിഡന്റ് ബറാക് ഒബാമയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ തവണ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ കരാറിനെ പുനഃപരിശോധിക്കുകയും അതിൽ നിന്ന് അമേരിക്ക എക്സിറ്റ് ആവുകയും ചെയ്തു. അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ബാലിസ്റ്റിക് മിസൈൽ കേപ്പബിലിറ്റി ഇവർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ എത്ര ബാലിസ്റ്റിക് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യാം എന്നതിന് ഒരു അപ്പർ ക്യാപ്പ് വെച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇവർക്ക് ഈ ടെക്നോളജി, അവരുടെ ആ സാങ്കേതിക വിദ്യ എല്ലാം അവർ സ്വായത്തമാക്കി കഴിഞ്ഞാൽ അവർ യഥേഷ്ടം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവരോട് ശത്രുതയുള്ള അല്ലെങ്കിൽ അവർക്ക് ശത്രുതയുള്ള രാജ്യങ്ങളുടെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അവിടെ ഉണ്ടാകും എന്നുള്ള ഒരു പോയിന്റ് ട്രംപിന് അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊരു ക്യാപ്പ് ചെയ്യാത്തത് കൊണ്ട് തന്നെയുമല്ല, അതേ സമയത്ത് ഇറാൻ മറ്റു പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് യമനില്, സിറിയയില് ഒക്കെ തന്നെ നടത്തുന്ന അവരുടെ പല പ്രവർത്തനങ്ങളും കൂടി കണ്ടുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക എക്സിറ്റ് ആവുകയാണ്. അങ്ങനെ അമേരിക്ക 2018 ഇതിൽ നിന്ന് എക്സിറ്റ് ആകുന്നതിന് ശേഷം ഇറാൻ ചെയ്തിരിക്കുന്ന കാര്യം ഒന്ന് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇസ്രായേലിനെ ആർക്കും കുറ്റം പറയാൻ കഴിയില്ല. കാരണം 2018 ശേഷം ഈ കരാറിൽ നിന്ന് അമേരിക്ക എക്സിറ്റ് ആയതിനു ശേഷം ഏകപക്ഷീയമായി യുറേനിയം എൻറിച്ച്മെന്റിനെ അതിന്റെ പരമാവധി വേഗത്തിൽ കൊണ്ടുപോകാനാണ് ഇറാൻ ശ്രമിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇറാൻ സൈൻ ചെയ്തിരിക്കുന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മെമ്പറാണ്. തന്നെയുമല്ല, ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് അവരുടെ രാജ്യത്ത് നടക്കുന്ന ആണവോർജവുമായി ബന്ധപ്പെട്ട എല്ലാ ഡെവലപ്മെന്റിലും പൂർണ്ണമായ ട്രാൻസ്പെറൻസി അവർ ഉറപ്പുവരുത്തേണ്ടതാണ്. സിവിലിയൻ കാര്യത്തിലാണെങ്കിലും മിലിറ്ററി കാര്യത്തിലാണെങ്കിലും അതിനെ മുമ്പേ തന്നെ ഡിക്ലെയർ ചെയ്യുകയും ഈ IAEA എന്ന് പറയുന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഇൻസ്പെക്ഷന് അവരുടെ ഫെസിലിറ്റികളെ മുഴുവനും തുറന്നു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ 2018 ശേഷം നാളിതുവരെ ഇറാൻ അതിന് ചെയ്തിട്ടില്ല. ഈ ഒരു ട്രീറ്റിയിൽ ഒപ്പിട്ടിരിക്കുകയാണ്, ഇതിലെ ഒരു മെമ്പർ കൺട്രിയാണ്. എന്നിട്ട് പോലും അതിൽ പറയുന്ന പ്രാഥമികമായിട്ട് ഇവർ ചെയ്യേണ്ടുന്ന ക്ലോസുകളൊന്നും തന്നെ ചെയ്യാതെ വയലേറ്റ് ചെയ്തു പോകുന്ന രാജ്യമാണ് ഇറാൻ. തന്നെയുമല്ല, ഈ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട്, കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 24-25 മാസം കൊണ്ട് അവർ യുറേനിയം എൻറിച്ച്മെന്റിൽ അവർ അറ്റൈൻ ചെയ്തിരിക്കുന്ന മെച്യൂരിറ്റി ലെവൽ എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാർക്ക് കടുത്ത ആശങ്ക നൽകുന്നതാണ്. ഈ കാലയളവിന് മുമ്പ് കേവലം 2% 2% പ്യൂരിറ്റിയിലാണ് അവർ യുറേനിയം എൻറിച്ച്മെന്റ് നടത്തിയിരുന്നത് എങ്കിൽ ഇന്ന് ഘട്ടം ഘട്ടമായിട്ട് അത് പടിപടിയായിട്ട് ഉയർത്തി വന്നിട്ട് യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് 60% മുകളിലെത്തി. എന്ന് വെച്ചാൽ വാർഹെഡ്സ് നിർമ്മിക്കുന്നതിന് പറ്റുന്ന രീതിയിലത്തേക്ക് ഇറാൻ എത്തുകയാണ്. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഈ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയോ മറ്റ് രാജ്യങ്ങളോ ചേർന്ന് തടഞ്ഞില്ല എങ്കിൽ ഇങ്ങനെ ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു രാജ്യത്തിന്റെ കയ്യിൽ ആണവോർജം എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം ആപൽക്കരമാണ്. ഇപ്പൊ നമ്മളിപ്പോ പല ആൾക്കാരും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇറാനെ അങ്ങോട്ട് പോയി ആക്രമിച്ചത്? നേരത്തെ പറഞ്ഞ പോലെ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല എന്നിട്ടും എന്തിനാണ് നിങ്ങൾ നേരിട്ട് പോയി ആദ്യമേ ആക്രമിച്ചത് എന്ന് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ഓർക്കേണ്ടത് ഇതിന്റെ ടൈം ലൈനാണ്. ഈ മാസം ജൂൺ മാസം 13-ാം തീയതിയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് എങ്കിൽ 12-ാം തീയതിയാണ് അതിസുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം ഈ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവർ പറഞ്ഞത് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇറാന്റെ കംപ്ലൈന്റ്സ് എന്ന് പറയുന്നത് 0 കംപ്ലീറ്റ്ലി നോൺ കംപ്ലൈന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അവർ. അവരുടെ ന്യൂക്ലിയർ ഒബ്ലിഗേഷൻസ് ഒന്നും തന്നെ അവർ പാലിക്കുന്നില്ല. വളരെ രഹസ്യ സ്വഭാവത്തിൽ അവർ കുറേയധികം ന്യൂക്ലിയർ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അവരുടെ രാജ്യത്ത് തന്നെ ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടില്ലാത്ത, അതായത് അവർ നേരത്തെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലാത്ത 3 സ്ഥലങ്ങളിൽ,
അവരിപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള മിലിറ്ററി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള യുറേനിയം എൻറിച്ച്മെന്റ് ആണെങ്കിലും വാർഹെഡ്സ് ക്രിയേഷന് വേണ്ടിയിട്ടും അവർ റാപ്പിഡായിട്ട് അവർ വേഗം വർദ്ധിപ്പിച്ചിട്ട് കൊണ്ടുപോവുകയാണ്. ഈ ഫെസിലിറ്റികൾ ഒന്നും തന്നെ ഡിക്ലെയർ ചെയ്യുന്നില്ല, അവിടെ ഒന്നും തന്നെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഇവർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ 6 വർഷമായിട്ട് നോൺ കംപ്ലയൻസ് ആണ്. അപ്പോൾ അതിനി അനുവദിക്കാൻ കഴിയാത്ത രീതിയിലത്തേക്ക് അവർ ഒരു മോശം കാറ്റഗറിയിലാണ് അവർ നിലവിൽ നിൽക്കുന്നത് എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. തന്നെയുമല്ല, ഇവരുടെ ഉദ്യോഗസ്ഥർ പലപ്പോഴും നടത്തിയിരിക്കുന്ന പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഇവർ തന്നെ ഫെസിലിറ്റി തുറക്കാതെ തന്നെ പല സ്ഥലങ്ങളിലും ഈ അൺഡിക്ലെയർഡ് ആയിട്ടുള്ള സൈറ്റുകളിലെല്ലാം തന്നെ യുറേനിയം ട്രേസസ് ഫൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അതിഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ കൂടിയുണ്ട്. അങ്ങനെ ഈ പറയുന്ന ട്രീറ്റിയുടെ 3.1 എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്, സേഫ് ഗാർഡ്സ് എഗ്രിമെന്റ് ആണ്. അതനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇവർ ഡിക്ലെയർ ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് ഇറാന്റെ കംപ്ലയൻസ് 0 ആണ് എന്ന് ജൂൺ 12-ാം തീയതി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് 35 പേരുള്ള ബോർഡാണ് അവർ കണ്ടെത്തി റെസൊല്യൂഷൻ പാസ്സാക്കി. ആ റെസൊല്യൂഷൻ പാസ്സാക്കുന്ന സമയത്ത് ഇറാനെ പിന്തുണയ്ക്കുന്ന 3 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് റഷ്യയാണ്, മറ്റൊന്ന് ചൈനയാണ്, മൂന്നാമത്തേത് ബുർക്കിന ഫാസോയാണ്. 11 രാജ്യങ്ങൾ അബ്സ്റ്റെയിൻ ചെയ്തു. ബാക്കി രാജ്യങ്ങൾ എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇറാനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇറാന്റെ നോൺ കംപ്ലയൻസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള പ്രമേയം അംഗീകരിച്ച ആൾക്കാരാണ്. ജൂൺ 12-ാം തീയതി ഇത് നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഇസ്രായേലിന് ഒരു നിമിഷം പോലും ഇതിൽ വെറുതെ കളയാനില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഇവർ ന്യൂക്ലിയർ വാർഹെഡ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രഖ്യാപിതമായിട്ട് ഈ ഭൂലോകത്ത് ഇസ്രായേൽ എന്നുള്ള രാജ്യം ഉണ്ടാകരുത് എന്നിവർ പറഞ്ഞിരിക്കുന്ന നിലയ്ക്ക് നിലവിൽ നേരത്തെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 3 ടെററിസ്റ്റ് ഓർഗനൈസേഷന് ഫണ്ട് ചെയ്യുന്ന രാജ്യം എന്ന നിലയ്ക്ക് ന്യൂക്ലിയർ വാർഹെഡ് കൂടി കയ്യിൽ വന്നു കഴിഞ്ഞാൽ, ആ ഒരു കേപ്പബിലിറ്റി കൂടി വന്നു കഴിഞ്ഞാൽ അവരൊരു പക്ഷെ ആദ്യം അറ്റാക്ക് ചെയ്യുക ഈ രാജ്യത്തിനെ ആയിരിക്കും, ഇസ്രായേലിനെ ആയിരിക്കും. തന്നെയുമല്ല, ഇവർക്ക് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഉദാഹരണം പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ വളരെ സെൻസിബിളി, വളരെ റെസ്പോൺസിബിളി മാത്രം ആണവോർജ്ജം കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് പാകിസ്ഥാനോട് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും നമ്മൾ ഒരിക്കൽ പോലും ഒരു ന്യൂക്ലിയർ ത്രെട്ട് പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിന് തൊട്ടു മുമ്പ് പാകിസ്ഥാൻ ന്യൂക്ലിയർ ത്രെട്ട് ഇന്ത്യക്ക് മേൽ നടത്തിയിരുന്നു. നമ്മൾ ഒരു രാജ്യത്തിനെതിരെയും ന്യൂക്ലിയർ ത്രെട്ട് പോലും നടത്തിയിട്ടില്ല. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ട്രസ്റ്റ് ഇൻഡെക്സ് ഉണ്ടെങ്കിൽ അതിൽ ഹൈ റാങ്ക് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയെങ്കിൽ ആ ട്രസ്റ്റ് തീരെയില്ലാത്ത ഒരു രാജ്യമാണ് ഇറാൻ. കാരണം അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. ഇനി റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ കൂടി പറയണം. ഒന്ന്, ഈ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മെമ്പറാണ്, നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിലെ സിഗ്നറ്ററിയാണ്. എന്നിട്ട് പോലും കഴിഞ്ഞ 6 വർഷങ്ങളിൽ കൂടുതലായിട്ട് അവർ ഇതുമായിട്ട് കംപ്ലൈ ചെയ്യാൻ തയ്യാറാകുന്നില്ല. അപ്പൊ ഞാൻ ഇതിൽ കംപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ വന്ന് ഒപ്പിട്ട് തന്നതിന് ശേഷം ഞാൻ അതിനെ പാലിക്കാതെ മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് എന്റെ ഉത്തരവാദിത്തമല്ല, ഉത്തരവാദിത്ത രാഹിത്യമാണ്. 2, ഈ കയ്യിലിരിക്കുന്ന ആൾക്കാർ ഈ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഹമാസിനോ ഹൂതികൾക്കോ ഹിസ്ബുള്ളക്കോ ഇത് കൈമാറില്ല എന്ന് ആര് കണ്ടു? അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ട് എന്ന് അവർ പറയുന്നത് കറക്റ്റാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ന്യൂക്ലിയർ ഫെസിലിറ്റികളെ ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞതും ഈ പ്രോഗ്രാമിൽ ലീഡ് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരെ ഞങ്ങൾ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറയുന്നതും ഇതിന് നേതൃത്വം നൽകുന്ന ആൾക്കാരെ ഞങ്ങൾ ഇല്ലാതെയാക്കും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് അവർ നടത്തുന്നത്. ഈ പ്രീഎംപ്റ്റീവ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇതാണ്, നാളെ ആക്രമിച്ചതിന് ശേഷം തിരിച്ചടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു റിറ്റാലിയേറ്ററി നടപടി മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് ന്യൂക്ലിയർ വാർഹെഡ് ആണ്. അതുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്യുന്ന കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് പോലും ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സ് പറയുന്നുണ്ട്. ലാവിസാൻ ഷിയാനിലുണ്ട്, വാരാമിനിലുണ്ട്, ടർക്കസാബാദിലുണ്ട്, ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് എന്ന് അവർ തന്നെ പറയുന്നു. അപ്പോഴാണ് മറ്റൊരു സ്ഥലത്ത് കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഇറാന്റെ ഒരു ഡിക്ലറേഷൻ വരുന്നത്. എന്ന് വെച്ചാൽ വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. ഇത് ഏറ്റവും കൂടുതൽ ആരെയെങ്കിലും ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിനെയാണ്. ഒരൊറ്റ ചോദ്യം കൂടി അവിടെ വരുന്നുണ്ടപ്പോ, ഇന്ത്യക്ക് ഇതില്ലേ? ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടില്ലേ? ഇസ്രായേൽ ഡെവലപ്പ് ചെയ്തിട്ടില്ലേ? അമേരിക്ക ഡെവലപ്പ് ചെയ്തിട്ടില്ലേ? അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇറാൻ ആയിക്കൂടാ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ട്രസ്റ്റ് ഇൻഡെക്സ് ആണ്. ഏതെങ്കിലും ഒരു രാജ്യത്തെ ഈ ഭൂമുഖത്ത് നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യങ്ങളല്ല ഇതൊന്നും. തന്നെയുമല്ല, ഈ NPT പോലെയുള്ള ഒരു ക്ലോസിൽ ഇന്ത്യയോ ഇസ്രായേലോ സിഗ്നറ്ററിയുമല്ല. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇന്ത്യയുടെ പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിവിലിയൻ ആവശ്യത്തിനുള്ള എല്ലാ ന്യൂക്ലിയർ കാര്യങ്ങളിലും നമ്മൾ ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ സഹകരിപ്പിക്കും. അവരുടെ ഇൻസ്പെക്ഷൻ നമ്മൾ തുറന്നു കൊടുക്കും. പക്ഷേ സൈനികമായിട്ടുള്ള ഡെവലപ്മെന്റ് നമ്മൾ നമ്മുടേതായിട്ട് മാത്രമാണ് കീപ്പ് ചെയ്യുക. അപ്പൊ അതിന് നമ്മൾ ഒരു ട്രീറ്റിയും സൈൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഇറാൻ കാണിക്കുന്നത് വിശ്വാസവഞ്ചന കൂടിയാണ്. അവർ ആ ട്രീറ്റിയിൽ നിന്ന് പിന്മാറുന്നില്ല, ആ ട്രീറ്റിയിൽ സിഗ്നറ്ററിയാണ്. എന്നിട്ട് പോലും ഈ ഫെസിലിറ്റികളെ, സിവിലിയൻ ആണെങ്കിലും മിലിറ്ററിക്ക് ആണെങ്കിലും ആ ഫെസിലിറ്റികളെ തുറന്നു കാണിക്കുന്നില്ല. കഴിഞ്ഞ മാസങ്ങളായിട്ട് അവർ യുറേനിയം എൻറിച്ച്മെന്റ് ഏറ്റവും ഹൈ കപ്പാസിറ്റിയിൽ ഇവർ നടത്തുകയുമാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ വെറുതെ കപ്പാസിറ്റി മാത്രം അച്ചീവ് ചെയ്യാനാണെങ്കിൽ ഇത്ര ത്വരിതപ്പെടുത്തിക്കൊണ്ട് എന്തിനാണ് ഈ ഡെവലപ്മെന്റ് നടത്തുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ ഈ അന്താരാഷ്ട്ര ന്യൂക്ലിയർ ആണവോർജ ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ ഈ ചോദ്യങ്ങളുണ്ട്.
സാങ്കേതികമായി ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണമെന്ന് ഇറാനോട് ആവർത്തിച്ച് അവർ ആവശ്യപ്പെട്ടിട്ടും അതിന് മറുപടി നൽകാൻ പോലും അവർ തയ്യാറായിട്ടില്ല എങ്കിൽ ആർക്കെങ്കിലും ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ, എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഉണ്ടെങ്കിൽ അത് ഇസ്രായേലിനാണ്. അതുകൊണ്ട് അവരുടെ പ്രിയംപ്റ്റീവ് സ്ട്രൈക്കിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയുകയില്ല. കാരണം ഈ രാജ്യം ഇവിടെ വേണ്ട എന്നുള്ള അഭിപ്രായമുള്ള രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇറാനൊപ്പം നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ പ്രദീപ്. ശ്രീജിത്ത്, ഇത് ഒരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ സ്പർശിച്ചു പോയത്. എൻ്റെ ചോദ്യത്തിന് ഉത്തരം അതാണ്. ഒരു അടി, അതല്ലെങ്കിൽ അതിശക്തമായ ഒരു ആണവായുധ പ്രയോഗം നടന്നതിന് ശേഷമുള്ളൊരു റിറ്റാലിയേഷൻ അല്ലെങ്കിൽ തിരിച്ചടിച്ചു എന്ന് പറയുന്നതിനപ്പുറം പ്രിയംപ്റ്റീവായിട്ട് ആ ശേഷിയുടെ കടയ്ക്കൽ തന്നെ വളരെ കൃത്യമായി ആക്രമണം ചെന്നിരിക്കുന്നു. അതിൻ്റെ ഉപജ്ഞാതാക്കളെ, അതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളെ, ആണവോർജ സംഘടനയുടെ മുൻ തലവനെ, ആണവ ശാസ്ത്രജ്ഞരെ, ആയത്തുള്ള ഖമൈനിയുടെ ഉപദേശകനെ, സൈന്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങളുടെ തലകളെ കൃത്യമായി ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എഡിറ്റേഴ്സ് ചോയ്സ് നടക്കുമ്പോൾ നെതന്യാഹുവിൻ്റെ ഏറ്റവും ഒടുവിലുള്ള മുന്നറിയിപ്പ് പോസ്റ്റ് വന്നിട്ടുണ്ട്. ശക്തമായ മുന്നറിയിപ്പാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരപരാധികളെ കൊന്നൊടുക്കുന്നതിന് കനത്ത വില നൽകേണ്ടി വരും. ഒറ്റയടിക്ക് തുടച്ചു നീക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് മോക്ഷത്തിലേക്കുള്ള യുദ്ധമാണ്. ക്രൂരനായ ശത്രുവിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സെൻഡിങ് ഔട്ട് എ ബിഗ് ഹഗ് ടു ദ പീപ്പിൾ എന്നാണ് നെതന്യാഹുവിൻ്റെ പോസ്റ്റ്. ശ്രീപത്മനാഭൻ, ഒരു ചോദ്യം. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന്, തെമ്മാടി രാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ചും ഒറ്റപ്പെടുത്തണമെന്നും ലോകം ഒന്നടങ്കം അവർക്കെതിരെ അണിനിരക്കണമെന്നും ഒക്കെ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുകയായിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ൻ്റെ പുതിയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയും. കുറച്ച് നാൾ മുമ്പ് 26 ജീവൻ ഇങ്ങനെ നിർത്തി വെടിവെച്ചിട്ടപ്പോൾ ആ നാവ് പൊന്തിയില്ല. തെമ്മാടി രാഷ്ട്രമെന്നോ ടെറർ സ്റ്റേറ്റ് എന്നോ പാകിസ്ഥാനെ പ്രഖ്യാപിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നില്ല. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഇത് എന്ത് ഇസ്ലാമിക ഐക്യം എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരുപോലെ ഭോഷ്കല്ലേ. സൗദി അറേബ്യ എവിടെ നിൽക്കുന്നു എന്ന് അങ്ങ് തന്നെ അല്പം മുമ്പ് പറഞ്ഞു. എവിടെയോ ഇരിക്കുന്ന US ശത്രുവായി പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ ഇത് ട്രംപ് പറയുന്നു തൊട്ടാൽ തീർത്ത് കളയും എന്ന് ട്രംപ് പറയുന്നു. ആകെ മൊത്തൊരു വിരോധാഭാസമല്ലേ? ഇത് നാശം വിതയ്ക്കാനായി മാത്രമാണോ? ഇതിനൊക്കെ അപ്പുറം ഇറാൻ ജനത കാത്തു നിൽക്കുകയാണ്. ഇറാനിലെ ജനങ്ങളുടെ 90% കാത്തു നിൽക്കുകയാണ് ഈ ഭരണകൂടം തകർന്നടിഞ്ഞില്ലാതാവുന്നതിലേക്കായി. അവരുടെ സ്വാതന്ത്ര്യത്തിനും പുരോഗതിക്കും സ്വസ്ഥമായ ജീവിതത്തിനും വിലങ്ങുതടിയായി നിൽക്കുന്ന ഈ ഭരണകൂടം. ശ്രീപത്മനാഭൻ. അല്ല, പിണറായി വിജയന്റെ പ്രസ്താവനയെ നമ്മൾ ഒരു തമാശയായിട്ട് എടുത്താൽ മതി. എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ പണ്ട് ഒരു ഓർമ്മയില്ലേ, നമുക്ക് CAA നിയമം പാസ്സായപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു അത് കേരളത്തിൽ നടപ്പിലാക്കില്ല. അപ്പൊ അത് എന്തിനാ പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം. ആ കെയർ ഓഫിൽ 4 മുസ്ലിം വോട്ട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നിട്ടുള്ള ആ ഒരു പരിപാടിയാണ്. അദ്ദേഹത്തിന് അറിയാം പൗരത്വം എന്ന് പറയുന്നത് അത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്. കേന്ദ്ര സർക്കാരിന്, അതായത് പാർലമെന്റിന് മാത്രമേ നിയമം നിർമ്മിക്കാനാവൂ എന്ന കാര്യമൊക്കെ അദ്ദേഹത്തിന് അറിയാം. പൗരത്വം എന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് യാതൊരു റോളുമില്ല. ഇതൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. പക്ഷെ അദ്ദേഹം അത് എന്നാലും പറഞ്ഞത് 4 വോട്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിലാണ്. ഇപ്പോ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ നമ്മൾ ഇസ്രായേലിന്റെ ഭാഗത്തോ നോക്കൂ, ഇന്ത്യ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ പക്ഷം പിടിച്ചിട്ടില്ല. ഇന്ത്യ പക്ഷം പിടിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ഇറാനുമായി നല്ല ബന്ധമുണ്ട്, ഇസ്രായേലുമായി വളരെ നല്ല ബന്ധമുണ്ട്. അപ്പൊ നമുക്ക് നല്ല ബന്ധവും വളരെ നല്ല ബന്ധവുമുള്ള ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടാവുമ്പോൾ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച് ഇവർ 2 കൂട്ടരും തമ്മിൽ ഉള്ള സമാധാനം ഉറപ്പുവരുത്തുക, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അതിനൊക്കെ ഘടകവിരുദ്ധമായി, അതായത് കേന്ദ്ര സർക്കാരിന്റെ, അതായത് ഇന്ത്യയുടെ വിദേശ നയം തീരുമാനിക്കേണ്ട കേന്ദ്ര സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമായി ഈ തരത്തിൽ ഈ സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി സംസാരിക്കുന്നത് അതിലൊരു അനൗചിത്യമുണ്ട്. അപ്പോ ഒന്ന്, ഇത് 4 വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസമാണ്. 2, ഇതിൽ അനൗചിത്യമുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. ഇപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു രാജ്യം എപ്പോഴാണ് തെമ്മാടി രാജ്യമാവുന്നത്? ആ രാജ്യം മറ്റേതെങ്കിലും രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുകയും അവരെ സ്വത്ത് കൊള്ളയടിക്കുകയും അവരുടെ ജനങ്ങളെ കൊന്നു തീർക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ്. ഇപ്പൊ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം 1991 ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചതാണ്.
കാരണം തങ്ങളോട് ഒരു തെറ്റും ചെയ്യാതെ അവരുടെ പാർട്ടിയിൽ ജീവിച്ചിരുന്ന കുവൈറ്റ് എന്ന രാജ്യത്തെ ഇറാഖ് ആക്രമിച്ച് കീഴടക്കി അവിടെ കാണിച്ചു കൂട്ടാവുന്ന എല്ലാ തോന്നിയവാസങ്ങളും കാണിച്ചു കൂട്ടി. അതാണ് തെമ്മാടിത്തരം. പിന്നെ പാകിസ്ഥാൻ ചെയ്യുന്നത് തെമ്മാടിത്തരമാണ്. പാകിസ്ഥാൻ നമ്മുടെ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയായി തീവ്രവാദികളെ സഹായിക്കുന്നു. പണ്ട് അവർ ഖാലിസ്ഥാൻ തീവ്രവാദികളെ സഹായിച്ചു, പിന്നെ അവർ കാശ്മീർ തീവ്രവാദികളെ സഹായിച്ചു. ഇന്ത്യയിൽ പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനുള്ള എല്ലാ സഹായം ചെയ്തു കൊടുത്തു. അതാണ് തെമ്മാടിത്തരം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ തെറ്റ് ചെയ്യുന്നുണ്ട്. ഇറാൻ ഇസ്ലാമികമായ ചില തീവ്രവാദ ശക്തികളെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇറാൻ സൃഷ്ടിച്ചു വിടുന്നുണ്ട്. ഇതാണ് ഇറാൻ ചെയ്യുന്ന തെറ്റ്. അപ്പൊ അതിനുള്ള ശിക്ഷ ഇന്ന് ഇറാൻ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും എപ്പോഴെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇസ്രയേലിന്റെ പിന്തുണയോടുകൂടി തീവ്രവാദികൾ ലോകത്ത് എവിടെയെങ്കിലും അക്രമം കാണിച്ചെന്നോ അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനം നടത്തിയെന്നോ നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ പാകിസ്ഥാൻ അത് ചെയ്യുന്നു, ഇറാഖ് അത് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആ കാര്യം ഇസ്രയേൽ എന്ന രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഇപ്പോ ഗാസയിൽ ചെയ്തിട്ടുണ്ട്. ആ അത്തരത്തിലുള്ള സഹായങ്ങൾ ലെബണനിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഹൂത്തി വിമതരെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഹൂത്തി വിമതർ ഇസ്രയേലിനെതിരെ മാത്രമല്ല പ്രവർത്തിക്കുന്നത്, അവര് അറബി നാട്ടിലെ പല മറ്റ് രാജ്യങ്ങൾക്കെതിരെയും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. അവർ മൊത്തം കുഴപ്പക്കാരാണ്. അപ്പോൾ ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കി നമ്മൾ പ്രതികരിക്കണം. ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നതിനനുസൃതമായിട്ട് ഇന്ത്യയിൽ ഏതൊരു ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരിയും പ്രതികരിക്കാവൂ. അതാണ് ഔചിത്യം. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അനൗചിത്യമാണ്. ഇവിടെ ഞാൻ ഓർക്കുന്നത്, പണ്ട് ഈ ഇദ്ദേഹം, അതാണ് നമ്മുടെ ജയശങ്കർ, ഒരു രാജ്യത്തെ ഇന്ത്യയുടെ അംബാസിഡർ ആയ കാലത്ത് ആ രാജ്യം സന്ദർശിച്ച നരേന്ദ്രമോദി എന്ന ഗുജറാത്ത് മുഖ്യമന്ത്രി ജയശങ്കറിനോട് ചോദിച്ചു, ശ്രീ എസ് ജയശങ്കറിനോട് ചോദിച്ചു എന്നാണ്, ഞാൻ ഇവിടെ എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയാൻ പാടില്ല, അതായത് നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നയത്തിന് അനുസൃതമായി ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നൊന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന്. അന്ന് മുതലാണ് ജയശങ്കറും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത്. അപ്പൊ അത് ജയശങ്കർ പറയുന്നുണ്ട്, ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആ ഉന്നതമായ കാഴ്ചപ്പാട്, ഒരു വിദേശ രാജ്യത്ത് എത്തിയപ്പോൾ അവിടുത്തെ ഭാരതത്തിന്റെ അംബാസിഡറെ വിളിച്ച് ചോദിക്കുകയാണ്, ഞാൻ ഇവിടെ എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയാൻ പാടില്ല എന്നൊന്ന് എന്നെ പഠിപ്പിച്ചു തരണമെന്ന്. അപ്പൊ ഈ ഒരു ഔചിത്യ ബോധം ഇതൊക്കെ വേണം. 4 വോട്ടിന് വേണ്ടി വായ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ അത് സ്വന്തം നിലയും വിലയും ഇടിയുക എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിച്ചാൽ നന്ന് എന്നേ പറയാനുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ വരാം. ഇത് തമാശയായി കാണും. കാര്യം ഇടയ്ക്കിടയ്ക്ക് US-നും ട്രംപിനും ഒക്കെ മുന്നറിയിപ്പുകളും ഭീഷണികളും ഒക്കെ ഇവരുടെ നേതാക്കന്മാർ മുഴക്കാറുണ്ട്. ശ്രീ PJ വിൻസെന്റ് മാഷ് ചേരുന്നു. മാഷ്, അല്പം മുമ്പ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഉന്നയിച്ചൊരു പോയിന്റാണ് ഞാൻ ഇൻട്രോയിലും പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത്. 3 H's: ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തീസ്. ഈ കൂട്ടരെ സൃഷ്ടിക്കുകയോ ശ്രീപത്മനാഭൻ പറഞ്ഞതുപോലെ അവരെ ഫണ്ട് ചെയ്യുകയോ നേരിട്ടോ അല്ലാതെ സഹായിക്കുകയോ ചെയ്തുകൊണ്ട് ആ മേഖലയിൽ ആകെ അശാന്തി, അക്രമം, അതിക്രമം. യമനിലും പരിസരത്തും കടലിലും കരയിലും അതിക്രമം. ഇങ്ങനെ ഫണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രോക്സി വാർ എന്ന് പറയാവുന്നത് പോലെ ശത്രുക്കളെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ലക്ഷ്യമിടാനായിട്ട് സൗദി ആകട്ടെ, US ആകട്ടെ, ഇവർക്കൊപ്പം നിൽക്കാത്ത ആരുമാകട്ടെ, ഇതല്ലേ ഇതിനൊരു മൂല കാരണം? ഇതല്ലേ ഇസ്രയേലിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? വളരെ ഗംഭീരമായി ശ്രീജിത്ത് അതിൻ്റെ അനാലിസിസും പങ്കുവച്ചു. ഇരു അതിഥികളും പങ്കുവച്ചത് ഇതാണ്: ഒരു കാലത്ത് നല്ല ബന്ധത്തിലായിരുന്ന ഇസ്രയേൽ ഇന്ന് എന്തിനിറങ്ങി പുറപ്പെട്ടു? ഇസ്രയേലിൻ്റെ സർവനാശം ഈ ക്യാൻസറിനെ തുടച്ചു നീക്കണമെന്ന ആഹ്വാനം വരുന്നു. US-നെ ചുട്ടുകളയും എന്ന് പറയുന്നു. ഇത് ചോദിച്ചു വാങ്ങുന്നതാണോ എന്നായിരുന്നു ചോദ്യം. വിൻസെന്റ് മാഷ്. അത് ഒരു രാജ്യത്തിന്റെ വിദേശ നയം അതിന്റെ ആഭ്യന്തര നയത്തിന്റെ തുടർച്ചയാണ്. റേസ പഹ്ലവി അധികാരത്തിലിരുന്ന കാലത്ത് ഇറാൻ പാശ്ചാത്യ ചേരിയിലായിരുന്നു. അപ്പോൾ പാശ്ചാത്യ ചേരിയിലെ ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രായേലുമായിട്ടും അമേരിക്കൻ പ്രൊട്ടക്ടറേറ്റുകളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളുമായിട്ടും പ്രത്യേകിച്ച് സൗദി അറേബ്യയുമായിട്ടും വളരെ സൗഹൃദത്തിലാണ് ആ രാജ്യം കഴിഞ്ഞിരുന്നത്. എന്നാൽ 1979 ഇസ്ലാമിക റവല്യൂഷൻ വന്നതോടുകൂടി ആ രാഷ്ട്രത്തിന്റെ പ്രത്യയശാസ്ത്രത്തിലും അതിന്റെ വിദേശ നയത്തിലും സ്വാഭാവികമായി മാറ്റം സംഭവിച്ചു. അവര് അമേരിക്കൻ വിരുദ്ധ ശക്തിയായി മാറി. ഇന്ന് പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ
ഇസ്രായേൽ അമേരിക്കൻ വിരുദ്ധ ശക്തിയാണ് ഇറാൻ. അപ്പോൾ അന്ന് മുതലാണ് പാശ്ചാത്യ ലോകവുമായിട്ടും അതുപോലെ അമേരിക്കയുമായിട്ട് വിശിഷ്യ ഇസ്രായേലുമായിട്ടും ഒക്കെയുള്ള സംഘർഷം ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സംഘർഷത്തിന്റെ തുടക്കം സൗദി അറേബ്യയും ഇറാനും തമ്മിലാണ്. അയത്തുള്ള ഖൊമൈനിയുടെ ഒരു പ്രധാനപ്പെട്ട വിമർശനം സൗദി രാജവംശത്തിനെതിരെയായിരുന്നു. സൗദി രാജവംശം അല്ലെങ്കിൽ ഈ ഗൾഫിലുള്ള മൊണാർക്കികളെല്ലാം അത് ഇസ്ലാമിക രാജാധിപത്യങ്ങളാണ്, അല്ലെങ്കിൽ അമിറേറ്റുകളാണ്. അപ്പോൾ ഈ കിങ്ഡം എന്ന സങ്കല്പത്തെ തന്നെ ആയത്തുള്ള ഖൊമൈനി വിമർശിക്കുന്നുണ്ട്. മാത്രവുമല്ല, അമേരിക്കയെ സാത്താൻ എന്ന് വിളിക്കുകയും ഈ സാത്താന്റെ മേഖലയിലെ കിങ്കരനാണ്, സ്റ്റൂജ് ഓഫ് സാത്താൻ എന്ന വിമർശനമാണ് നടത്തിയത്. അപ്പോൾ സാത്താനെയും സാത്താന്റെ കിങ്കരന്മാരെയും നശിപ്പിക്കേണ്ടത് സത്യവിശ്വാസികളായ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആശയം പേറുന്ന ഇറാന്റെ കടമയാണ്. ഈ ഒരു പ്രത്യയശാസ്ത്ര സംഘർഷമാണ് സൗദി അറേബ്യയും ഇറാനും നീണ്ടു നിൽക്കുന്ന, ഇപ്പോഴും തുടരുന്ന. സമീപകാലത്ത് ചൈനയുടെ മധ്യസ്ഥയിൽ മാത്രമാണ് ഒരു ചർച്ച വിജയിക്കുകയും അവർ തമ്മിൽ ചില ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത്. അപ്പൊ തുടർച്ചയായി ആ ശീതയുദ്ധം അവിടെ നിലനിൽക്കുകയാണ്. അതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് ഈ ഫലസ്തീൻ വിമോചന പ്രസ്ഥാനത്തിൽ വിശിഷ്യ ഹമാസ്, ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പോലെയുള്ള സംഘങ്ങളുമായിട്ട് ഇറാൻ അണിചേരുന്നത്. ഇറാന്റെ ഒരു പ്രത്യേകത, അത് ഈ ഷിയ ഇസ്ലാമിക വിപ്ലവത്തെ വെസ്റ്റ് ഏഷ്യയിൽ മുഴുവനും കയറ്റി അയക്കുക എന്നുള്ളതാണ് അവരുടെ ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ട ഘടകം. അതിന് ഈ മേഖലയിലെല്ലാം പ്രോക്സികളെ അവര് വളർത്തിയെടുത്തിട്ടുണ്ട്. അത് ഹിസ്ബുള്ളയും ഹൂത്തികളും മാത്രമല്ല. ഇപ്പോ ഇറാഖ് കേന്ദ്രീകരിച്ച് സദറിസ്റ്റുകൾ, മുഖ്താദ അൽ സദറിന്റെ ഷിയ മിലീഷ്യ സദറിസ്റ്റുകൾ, അവരുടെ മാഹ്ദി ആർമിയെ സ്പോൺസർ ചെയ്തത് ഇറാനാണ്. ഇപ്പോഴും ആ മേഖലയിലെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന പേരിൽ ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ ഉണ്ട്. നിരവധി ഷിയ മിലീഷ്യകളുടെ ഒരു കൂട്ടായ്മയാണത്. അപ്പോൾ ഇറാഖ് അതുപോലെ പശ്ചിമേഷ്യയിലെ വിവിധ മേഖലകളെല്ലാം കേന്ദ്രീകരിച്ച് പ്രോക്സികളുടെ വലിയ ഒരു നെറ്റ്വർക്ക് അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷിയ സഖ്യം അവിടുത്തെ സുന്നി വിഭാഗങ്ങളുമായിട്ടും അതുപോലെ പാശ്ചാത്യ ശക്തികളുമായിട്ടും വിശിഷ്യ ഇസ്രായേലുമായിട്ടും നിരന്തരമായ സംഘർഷത്തിലാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഇസ്രായേലുമായിട്ട് വരുന്ന സംഘർഷത്തെ പോലും കാണാൻ. അപ്പോൾ ഈ ഇസ്രായേൽ 2020 ഈ അബ്രഹാമിക അക്കോർഡ് രൂപപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ആകുന്നു എന്ന വിഷയമാണ്. അതുകൊണ്ടാണ് അവര് ഇതിനു മുമ്പ് 1978 ഈജിപ്തും 1994 ജോർദാനും, ഈ 2 അറബ് രാജ്യങ്ങൾ മാത്രമാണ് ഇസ്രായേലുമായിട്ട് സമാധാന ഉടമ്പടി ഒപ്പിടുകയും നയതന്ത്ര ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുകയും ചെയ്തത്. അതിനുശേഷം ട്രംപിന്റെ നേതൃത്വത്തിൽ ആണ് അബ്രഹാമിക അക്കോർഡ് ഉണ്ടാക്കുന്നത്. ഈ അബ്രഹാമിക അക്കോർഡ് മതത്തെ വംശീയ സഖ്യം കൊണ്ട് അതിലംഘിക്കാനുള്ള ഒരു ആശയമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ പെട്ടവരാണ് ജൂതന്മാരും അറബികളും. ആ നിലയ്ക്ക് ജൂതന്മാരും അറബികളും പരസ്പരം ഐക്യപ്പെടണം. അപ്പോൾ ഈ അറബികൾ എല്ലാവരും തന്നെ മഹാഭൂരിപക്ഷം അവിടുത്തെ അറബികൾ, ഹൂത്തികൾ ഒഴികെയുള്ള ആളുകൾ, അവരെല്ലാം സുന്നി വംശജരാണ്. അപ്പോൾ സുന്നികൾ എന്ന നിലയിൽ അവർ ഐക്യപ്പെട്ടു നിൽക്കുന്നു, അറബ് വംശർ എന്ന നിലയിൽ അവർ ഐക്യപ്പെട്ടു നിൽക്കുന്നു. അവരോട് ഇസ്രായേൽ അബ്രാഹാമികമായ രക്തബന്ധമുള്ള ഒരു വംശീയ വിഭാഗം എന്ന നിലയിൽ ഐക്യപ്പെടുന്നു. അങ്ങനെയാണ് അബ്രഹാമിക് അക്കോർഡ് വരുന്നത്. അത് ബഹ്റൈൻ, UAE, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളായ മൊറോക്കോ, സുഡാൻ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തി. അതോടൊപ്പം 2017 തന്നെ സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധത്തിലും കാര്യമായ മാറ്റം വന്നിരുന്നു. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ഒരു ഫത്വ പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൽ പറയുന്നത് ജൂതനെ കൊല്ലാൻ പാടില്ല എന്നതാണ്. എന്ന് വെച്ചാൽ ജൂതൻ പുസ്തകമുള്ള, വിശുദ്ധ ഗ്രന്ഥമുള്ള വിഭാഗമാണ്. അതുകൊണ്ട് ഒരു ജൂതനെ കൊല്ലുന്നത് ദൈവവിരുദ്ധമാണ്, അള്ളാഹുവിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ജൂതനെ കൊല്ലാൻ പാടില്ല എന്ന ഫത്വ തന്നെ പുറപ്പെടുവിക്കുകയുണ്ടായി. എങ്കിലും സൗദി അറേബ്യ ഇതുവരെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ നോർമലൈസ് ചെയ്തിട്ടില്ല. അതിനുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും സൽമാൻ രാജാവും അതുപോലെ അവിടുത്തെ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനും പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കണം, എങ്കിൽ മാത്രമേ ഇസ്രായേലുമായി ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യുകയുള്ളൂ എന്ന ശക്തമായ നിലപാടെടുക്കുന്നത് കൊണ്ടാണ്. അതേസമയം
ഇറാൻ കയറ്റി അയക്കുന്ന ഷിയ ഇസ്ലാമിസ്റ്റ് റെവല്യൂഷൻ അത് അവിടുത്തെ സുന്നി രാഷ്ട്രങ്ങൾക്ക് അസ്തിത്വ ഭീഷണി ഉയർത്തുന്നു എന്നതാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ ഇപ്പോൾ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. അതിലേക്കാണ് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിന്റെ ഘടകങ്ങൾ കൂടി ചേർന്ന് വരുന്നത്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ഒക്ടോബർ 7-ന് 2023 ഒക്ടോബർ 7-ന് ഉണ്ടായിട്ടുള്ള ഹമാസിന്റെ അക്രമം അത് വിജയകരമായി നടപ്പാക്കാൻ കഴിഞ്ഞത് ഇറാന്റെ സൈനിക സാന്നിധ്യം കൊണ്ടാണ്. ഇറാന്റെ ഒരു വരേണ്യ സൈനിക ദളമാണ് ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഈ ഗാർഡ് കോർപ്സിന്റെ ഖുദ്സ് ബ്രിഗേഡ് ആണ് ഈ ഷിയ മിലീഷ്യകളെ പശ്ചിമേഷ്യയിലും ലോകത്തെല്ലായിടത്തും കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഖുദ്സ് ബ്രിഗേഡ് ആയുധങ്ങൾ കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, പരിശീലനം നൽകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ അടുത്ത ബന്ധം ഹമാസുമായിട്ടും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദുമായിട്ടൊക്കെ ഇറാനുണ്ട്. ആ ഇറാന്റെ പിന്തുണയിലാണ് വളരെ ഫലപ്രദമായി ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഒക്ടോബർ 7-ന് 1200 ആളുകളെ മരണപ്പെടുകയും 250ഓളം ആളുകളെ ഹോസ്റ്റേജായി പിടിക്കുകയും ചെയ്ത ആ ഒരു വലിയ അക്രമം ഹമാസിന് നടത്താൻ സാധിച്ചത്. അന്ന് മുതൽ ഹമാസിന് എതിരായിട്ടുള്ള നീക്കം വിജയിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ആ യുദ്ധം ഇറാനുമായി മാറി എന്നതാണ് വസ്തുത. എന്നാൽ ഇപ്പോഴുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ തന്ത്രപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട 2 കടലുകളാണ്. ഒന്ന് ഗൾഫ് കടലും മറ്റൊന്ന് ചെങ്കടലും. ഈ 2 മേഖലയിലും ലോകത്തിന്റെ സമ്പദ്ഘടനയുമായി വലിയ ബന്ധമുണ്ട്. ഇതിൽ ഹോർമൂസ് കടലിടുക്ക് വെറും 30 കിലോമീറ്റർ മാത്രം നീളമുള്ള ഹോർമൂസ് കടലിടുക്കാണ്. ആ കടലിടുക്കിനെ എപ്പോൾ വേണമെങ്കിലും നിയന്ത്രിക്കാൻ പറ്റും ഇറാന് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഗൾഫ് മേഖലയിൽ ഇറാന്റെ സൈനിക സാന്നിധ്യം, അവിടെ നിന്നുള്ള എണ്ണയുടെ നീക്കത്തെയും അവിടെയുള്ള അറബ് രാജ്യങ്ങളുടെയും സുരക്ഷിതത്വത്തിന് ഭീഷണിയാണ് എന്നത് അറബ് രാജ്യങ്ങളുടെയും അവിടുത്തെ ഓയിൽ റിച്ച് മൊണാർക്കികളുടെയും അമേരിക്കയുടെയും പൊതു താല്പര്യമായി വന്നിരിക്കുന്നത്. മറ്റൊന്ന് ചെങ്കടലിലൂടെയുള്ള നാവിക ഗതാഗതമാണ്. ചെങ്കടൽ തന്ത്രപ്രധാനമായി വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഈ ഗസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അതിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ, പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ വെസൽസിന്റെ മൂവ്മെന്റിനെ നിർണായകമായി സ്വാധീനിക്കുവാനും അതിനെ നിരന്തരമായി ആക്രമിക്കാനും ഹൂത്തികൾക്ക് കഴിയുന്നുണ്ട്. ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് അങ്ങയോട്. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. കാര്യം ഈ കടലിലും കരയിലും ഇവർ നാശം വിതയ്ക്കുന്നു. ഒരു കാര്യം ഓർമ്മിപ്പിക്കാനും മറ്റൊന്ന് ഇപ്പോൾ ചോദിക്കാനും. ഒന്ന്, റഷ്യ യുക്രൈൻ സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് മോദിയുടെ മൗനം ഭാരതത്തിലെ പ്രതിപക്ഷത്തിൽ നിന്ന്. ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, മോദി എന്ന സമാധാനമായി നിന്നു, ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് തീർന്നിട്ടില്ല യുദ്ധം എന്നുള്ളത് മറ്റൊരു കാര്യം. യുക്രൈനും റഷ്യയും ഇന്നും പറയുന്നത് ഭാരതം ഇടപെട്ടാൽ പരിഹാരമാകും എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ വഴിക്ക് യുദ്ധം കൊണ്ടുപോകുന്നു എന്നുള്ളത് മറ്റൊന്ന്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇസ്രായേൽ അംബാസിഡർ ഭാരതത്തിലെ റുവാൻ അസർ പറഞ്ഞതെന്താണ്? ഭാരതം ഇടപെടണം, ഭാരതത്തിന് മാത്രമേ ഇത് പരിഹരിക്കാനാവൂ, ഭാരതത്തിന് മാത്രമാണ് ഇരു രാജ്യങ്ങളുമായി ഒരുപോലെ ബന്ധവും സ്വാധീനവും ഉള്ളതെന്ന്. ജിയോ പൊളിറ്റിക്സിൽ ഭാരതത്തിൻ്റെ സ്ഥാനം വിളിച്ചോതുന്ന ഒരു ഡെവലപ്മെന്റ് കൂടിയല്ലേ ഇത്? നിശ്ചയമായും. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അർത്ഥത്തിൽ ഈ ചേരിചേരാ നയം എന്ന രീതിയിലല്ല നമ്മുടെ വിദേശകാര്യ നയം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത് എങ്കിലും നമ്മൾ പൊതുവെ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള നിലപാടാണ് അന്താരാഷ്ട്ര രംഗത്ത് എല്ലാ വിഷയത്തിലും എടുക്കാറുള്ളത്. പലപ്പോഴും ധാർമ്മികമായിട്ട് നമ്മൾ ചില രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കുകയും ചില പോളിസികളോട് ചേർന്ന് നിൽക്കുകയും ചെയ്യാറുണ്ട് എങ്കിലും ഒരു വോട്ടിംഗ് വരുമ്പോൾ, ഒരു കൺസെൻസസ് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് UN-ലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ബോഡിയിലോ ഒരു വോട്ടിംഗ് വരുന്ന സമയത്ത് പലപ്പോഴും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആബ്സ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കുന്ന നയം തന്നെ. എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യക്ഷമായിട്ട് ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതേ സമയത്ത് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് മാത്രമായിട്ടാണ് ഒരു കോൺഫ്ലിക്റ്റ് പോകേണ്ടത്, ഏതെങ്കിലും ഒരാൾ അതിൽ കുറച്ച് സംയമനം പാലിക്കണോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വോട്ടിംഗ് വരുന്ന സമയത്ത് നമ്മൾ അതിൽ വോട്ട് ചെയ്യാറുമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ആ പൊസിഷൻ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര രംഗത്ത് മൊത്തത്തിൽ ഏതൊരു ജിയോ പൊളിറ്റിക്കൽ റീജിയനിലാണെങ്കിലും അതൊരു വാർ തിയേറ്ററായി മാറരുത്. അവിടെ കൂടുതലായിട്ട് ഒരു സമാധാനം ഉണ്ടാകണം, സമാധാനമില്ലാത്ത സ്ഥലത്ത് അത് പുനഃസ്ഥാപിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ള ഒരു ലാർജർ പെർസ്പെക്റ്റീവിലാണ് നമ്മളെപ്പോഴും ചെയ്യുക.
അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ റഷ്യയോട് ചേർന്ന് നിൽക്കുന്നതും ചില സന്ദർഭങ്ങളിൽ നമ്മൾ യുക്രൈനോട് ചേർന്ന് നിൽക്കുന്നതും ചില സന്ദർഭങ്ങളിൽ പൂർണ്ണമായും ന്യൂട്രലായിട്ട് നിൽക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണാം. ഇത് നമ്മൾ ഒരുപക്ഷെ സ്വീകരിക്കുന്ന ഒരു വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഇപ്പൊ പല ആൾക്കാരും നമ്മളോട് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അന്താരാഷ്ട്ര രംഗത്ത് നിന്ന് വലിയ പിന്തുണയൊന്നും ഇന്ത്യക്ക് എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നുള്ള ചോദ്യം പോലും ചോദിച്ചിരുന്നു. പല രാജ്യങ്ങളും ഓപ്പണായിട്ട് നമുക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല, എന്നാൽ പാകിസ്ഥാന് ചില രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നതിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന്റെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒരു ചേരിയോടൊപ്പം നിൽക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ അന്താരാഷ്ട്ര നയതന്ത്രം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമ്മൾ മറ്റൊരു രാജ്യത്തിനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സഹായിക്കുമ്പോൾ നമുക്കൊരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമ്പോൾ അവർ നമ്മളെ ഇങ്ങോട്ട് തിരിച്ച് സഹായിക്കുന്നു എന്ന രീതിയിലാണ്. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് പൊതുവെ നടക്കുന്നത്. നമ്മൾ പലപ്പോഴും ആബ്സ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിഷയം ഡിസ്കസ് ചെയ്യുന്ന സമയത്തും മറ്റുള്ള രാജ്യങ്ങളും നമ്മളോട് എത്ര സൗഹൃദമുള്ള രാജ്യങ്ങളാണെങ്കിലും നമ്മൾ അവരോട് സ്വീകരിച്ചിരുന്ന നിലപാടിനെ റെസിപ്രോക്കേറ്റ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. അതൊരു ഇന്റർനാഷണൽ ഡിപ്ലോമസിയാണ്. പാകിസ്ഥാന് പലപ്പോഴും അങ്ങനെയില്ല. പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ എയ്ഡ് കിട്ടുന്ന രാജ്യങ്ങളോട് അവരുടെ വിഷയങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു വിദേശ നയം നമ്മൾ പലപ്പോഴും കാണുന്നത്. ഒരുപക്ഷെ ഇന്ത്യ ഇപ്പോൾ സ്വീകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഏറ്റവും ശരി. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും നമുക്ക് വേണ്ടപ്പെട്ട രാജ്യങ്ങളാണ്. രണ്ടും നമ്മുടെ അയൽ രാജ്യങ്ങളല്ല, പക്ഷെ രണ്ട് രാജ്യങ്ങളുമായിട്ട് നമുക്ക് വലിയ രീതിയിലത്തേക്കുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ട്, ട്രേഡ് റിലേഷൻസ് ഉണ്ട്. ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കാശ്മീരുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പൊസിഷൻ എന്താണ് എന്ന കാര്യത്തിൽ ഇറാന്റെ നിലപാടിനോടൊപ്പമല്ല ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ നിലപാടിനോട് പൂർണ്ണമായിട്ടും യോജിച്ച് നിൽക്കുന്ന ഒരു നിലപാടല്ല പലപ്പോഴും ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. നേരിട്ടൊരു അഭിപ്രായം പല വിഷയങ്ങളിലും പറയുന്നില്ല എങ്കിൽ പോലും കാശ്മീരിൽ പാകിസ്ഥാന് വലിയ കാര്യമില്ല എന്നവർ പറയാനായിട്ട് പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം IDF ഈ ഇറാന്റെ ഒരു മിലിറ്ററി മൈറ്റ് എങ്ങനെയാണ്, അത് ഏതൊക്കെ രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കും എന്ന് കാണിക്കുന്നതിന് വേണ്ടി പ്രതീകാത്മകമായിട്ട് അവരൊരു ചിത്രം എക്സിൽ അവർ പോസ്റ്റ് ചെയ്തിരുന്നു. IDFന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിലുണ്ടായിരുന്ന ഇന്ത്യയുടെ ഭൂപടം കൃത്യമായ രീതിയിലത്തേക്കല്ല രേഖപ്പെടുത്തപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് കാശ്മീർ, അരുണാചൽ പ്രദേശ്, ഈ പ്രദേശങ്ങളൊന്നും ഇന്ത്യയിലല്ല എന്ന രീതിയിലത്തേക്ക് വന്നിരുന്നു. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഔട്ട്റേജ് അതുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ അവരതിൽ ആദ്യ ഭാഗം, അതായത് ആദ്യം ആൾക്കാർ കാശ്മീരിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് എങ്കിൽ അതിനെ കറക്റ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചു. കറക്റ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കം അതിൽ അപ്പോളജൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാരെ ഒഫൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൽ മാപ്പ് പറയുന്നു എന്നവർ പറഞ്ഞിട്ടാണ് ഇതിനെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ പറയുന്നത് ഞങ്ങൾ ഇതിനെ ഒരു ഏകദേശ റീജിയനെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉദ്ദേശിച്ചത്, ഇതിലുള്ള ബൗണ്ടറികളൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞു. പക്ഷെ രണ്ടാമത് കറക്റ്റ് ചെയ്ത് അവരിടാനായിട്ട് അവിടെ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് കാശ്മീർ ഇന്ത്യയുടെ ഒപ്പമാണ് എന്നവർ പറയുകയാണ്. എന്ന് വെച്ചാൽ അത് അവരുടെ പൊസിഷന്റെ ഒരു റിഫ്ലക്ഷനാണ്, അതായത് പാകിസ്ഥാന്റേതല്ല എന്ന രീതിയിൽ. പക്ഷെ ആ സമയത്ത് വീണ്ടും അരുണാചൽ പ്രദേശിന്റെ ഒരു ഭാഗം പ്രശ്നമാണ്, അത് ചൈനയുടെ ഭാഗമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അന്താരാഷ്ട്ര രംഗത്ത് ഇങ്ങനെയുള്ള പല വിഷയങ്ങളും വരുന്ന സമയത്ത് ഒരു രാജ്യം നമ്മളോട് സഹകരിച്ച് പൂർണ്ണമായിട്ടും കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യത്തിനോട് മറിച്ച് ഇതേപോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മളും സഹകരിക്കും. വളരെ ഫേമസ് ആയിട്ട് ഇന്റർനാഷണൽ ഡിപ്ലോമസിയെ പറ്റി നെൽസൺ മണ്ടേലയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. മണ്ടേല വലിയ സ്ട്രഗിൾ ഒക്കെ നടത്തി ദീർഘകാലം ജയിലിൽ കിടന്നു. അവസാനം ദക്ഷിണാഫ്രിക്ക സ്വതന്ത്രമായി. അവിടെ അധികാരവും കാര്യങ്ങളും എല്ലാം ജനങ്ങളുടെ കയ്യിലേക്ക് വരുന്ന സമയത്ത് യാസർ അറഫത്തുമായിട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ രാജ്യത്തിനും ബന്ധമുണ്ടായിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം ഒരു വിദേശത്ത് പോകുന്ന സമയത്ത് വിദേശ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തിനോട് ചോദിച്ചതാണ്, നിങ്ങൾ ഇങ്ങനെ വലിയ മനുഷ്യ സ്നേഹത്തിനെ പറ്റി പറയുന്നു, പീഡിപ്പിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ കുറിച്ച് പറയുന്നു, പക്ഷെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് യാസർ അറഫത്തിനെ പോലെ ഒരു തീവ്രവാദിയുമായി സഹകരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്ന മറുപടി എനിക്ക് തോന്നുന്നത് ഇന്റർനാഷണൽ ഡിപ്ലോമസിയുടെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ അതിനനുസരിച്ചിട്ടല്ല ഞങ്ങളുടെ വിദേശ നയം രൂപപ്പെടുത്തുന്നത്. മറ്റൊരു രാജ്യം ഞങ്ങളോട് ഏത് രീതിയിലാണോ സഹകരിക്കുന്നത് അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. ഞങ്ങളുടെ സ്ട്രഗിളിനോട് യാസർ അറാഫത്തിന് വളരെ അനുഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സ്വതന്ത്രരാകുമ്പോൾ അതേ നിലപാട് തിരിച്ചു സ്വീകരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് എന്നാണ്. അപ്പോൾ പലപ്പോഴും ഇന്റർനാഷണൽ ഡിപ്ലോമസി വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഡയറക്റ്റ് പറയുന്ന വിശ്വസിക്കുന്ന ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം എന്താണോ അതിനനുസരിച്ചാണ്. ഇപ്പൊ ചബഹർ പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് വലിയ സ്റ്റേക്ക് ഉണ്ട്. അതേപോലെ സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് വലിയ സ്റ്റേക്ക് ഉണ്ട്. ഇതിൽ ആദ്യത്തേത് ഇറാനാണെങ്കിൽ രണ്ടാമത്തേത് ഇസ്രായേലാണ്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ പൂർണ്ണമായും നമ്മൾ അങ്ങനെ പക്ഷം ചേരാനായിട്ട് ആഗ്രഹിക്കില്ല. ഇനി രണ്ടു പക്ഷവും ചേർന്നുകൊണ്ട്
ഞങ്ങൾക്ക് ഇന്ത്യയുടെ മധ്യസ്ഥതയാണ് വേണ്ടത് എന്ന രീതിയിലത്തേക്ക് പറയുക, അത് ഒളിഞ്ഞും തെളിഞ്ഞുമല്ല, വളരെ ഡയറക്റ്റായിട്ട് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നമ്മൾ അതിന് ശ്രമിക്കും. പക്ഷെ നമ്മൾ അതിന് ഏതെങ്കിലും ഒരു ഭാഗം പറഞ്ഞാൽ അത് കേട്ടുകൊണ്ട് ആ സമാധാനത്തിന് നമ്മൾ ശ്രമിക്കാത്തതിന്റെ കാരണം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട് കൊണ്ടാണ്. ഇപ്പൊ കാശ്മീർ വിഷയം നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ അതിൽ മൂന്നാമതൊരാളിനെ നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കില്ല എന്നാണ്. എത്രയോ വിദേശ രാജ്യങ്ങൾ, എത്രയോ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കാശ്മീർ ഞങ്ങൾ മീഡിയേറ്റ് ചെയ്യാം. പക്ഷെ ആ സമയത്ത് ആ ഒരു ഫ്രണ്ട്ലി ഓഫറിനെ പോലും നമ്മൾ നിരാകരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ താല്പര്യം അതല്ല എന്നുള്ളതിന്റെ പേരിലാണ്. അപ്പൊ അതേപോലെ ഇപ്പൊ യുക്രൈനും റഷ്യയും ഒന്നിച്ച് ഹയസ്റ്റ് ലെവലിൽ ഇന്ത്യ മീഡിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ ഇന്ത്യക്ക് രണ്ടാമതൊന്നും ആലോചിക്കാനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതല്ലാതെ ഏകപക്ഷീയമായിട്ട് മാത്രം ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് മാത്രം പ്രസ് ചെയ്യുകയും ഹയസ്റ്റ് ലെവലിൽ അല്ലാതിരിക്കുകയും ചെയ്താൽ ഇന്ത്യ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നമ്മൾ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന വിശ്വസിക്കുന്ന ധാർമ്മികതയ്ക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയ ധാർമ്മികത അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലായിട്ട് ഉള്ള ഒരു റൈറ്റിയസ്നെസ്സിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും നമ്മുടെ ദേശീയ താല്പര്യങ്ങളെ ഹനിക്കാതിരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. രാജഭരണം, രാജതന്ത്രം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതുമാണ്. അതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായുള്ള ചിന്തയും രാജ്യമെടുക്കുന്ന തീരുമാനങ്ങളും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷെ അതെല്ലാം നാഷണൽ ഇൻട്രസ്റ്റിലാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത് പണിക്കർ 8:30 തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വിടുന്നില്ല, 8:30 ആയിട്ടില്ല. ഒരു ചോദ്യം കൂടി, ഈ അങ്ങ് പറഞ്ഞു വെച്ചിരുന്ന ഒരു ചോദ്യം കൂടി, 1-2 ശ്രീപത്മനാഭൻ ചേട്ടൻ ക്ഷമിക്കണം, 8:30 എന്നൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് അദ്ദേഹം ചർച്ചയ്ക്ക് വന്നത്, മറ്റൊന്നും കൊണ്ടല്ല. മകൾക്ക് അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് നാളത്തേക്ക്. ശ്രീജിത്ത് പണിക്കർ ഒറ്റ ചോദ്യം കൂടി, അങ്ങ് പറഞ്ഞു വെച്ചതിൽ നിന്ന് ഒരു പോയിന്റ് കൂടി, ഡിപ്ലോമസി, ഭാരതത്തിൻ്റെ നയതന്ത്രം, അതൊരു ഒരു ഒരു പാരഡിം ഷിഫ്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു കാലത്ത് അങ്ങ് പറഞ്ഞതുപോലെ ചില പ്രത്യയശാസ്ത്ര സ്റ്റേറ്റ്സ്മാൻഹുഡ് ജാടകളെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ മറ്റുള്ളവർ എന്ത് ധരിക്കും എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ചേരിചേരാ എന്നൊക്കെ പറയുകയും ഇസ്രായേലിനെ തള്ളിപ്പറയുകയും പലസ്തീൻ സിന്ദാബാദ് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പലസ്തീൻ ജനതയുടെ കാര്യം അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചു വന്നത്, ഇന്ന് ഭാരതത്തിൻ്റെ ഡിപ്ലോമസി തീരുമാനിക്കുന്നത് ഭാരതമാണ്. ഭാരതത്തിൻ്റെ ഡിപ്ലോമാറ്റിക് നയം എന്താണെന്ന് തീരുമാനിക്കുന്നത് ഭാരതത്തിന് ഏറ്റവും നല്ലത് എന്നുള്ളതിൽ ഊന്നിയല്ലേ? ഈ അമേരിക്കയുടെ കാര്യം പോലും എടുക്കുമ്പോൾ ഇന്ന് അമേരിക്ക അസ്വസ്ഥരാകുന്നതും അതുകൊണ്ടല്ലേ? അവർ തെളിക്കുന്ന വഴിയെ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ US-നും ഇല്ലേ അസ്വസ്ഥത? ശ്രീജിത്ത് പണിക്കർ. നിശ്ചയമായും. കാരണം നമ്മൾ ഒരു കാലം വരെയും ഒരുപക്ഷെ അമേരിക്ക പറയുന്ന, യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്ന പല കാര്യങ്ങൾക്കും അവരുടെ പല തീട്ടൂരങ്ങൾക്കും നമ്മൾ ഒരുപക്ഷെ വിധേയരായിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിൽ നിന്നൊരു വലിയ ഷിഫ്റ്റ് കാണാം. ആ ഷിഫ്റ്റ് ഒരുപക്ഷെ അന്താരാഷ്ട്ര രംഗത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായതുപോലും ഈ റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ടാണ്. കാരണം ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് പല വിദേശ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വിദേശ രാജ്യത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞത് എൻ്റെ രാജ്യത്തിന്റെ താല്പര്യമാണ് എനിക്ക് പ്രധാനം എന്നാണ്. റഷ്യയിൽ നിന്ന് എനിക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ, എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ഓയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ എൻ്റെ രാജ്യത്ത് അതിന് ആവശ്യമുണ്ട് എങ്കിൽ ഞാനത് നിശ്ചയമായും വാങ്ങിയിരിക്കും. നിങ്ങളിൽ പല രാജ്യങ്ങളും ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട് എന്ന് കോൾ ഔട്ട് ചെയ്യാനും അദ്ദേഹം തയ്യാറായി. പണ്ട് കാലത്ത് ഒരു പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമായിരുന്നില്ല. അതായത് നിങ്ങൾ എത്ര പ്രഷർ ഇട്ടാലും ആ പ്രഷറിന് വശംവദനാകുന്നതിന്, അതിന് വിധേയനാകുന്നതിന് എൻ്റെ രാജ്യമോ ഞാനോ തയ്യാറല്ല എന്നും, എനിക്ക് റഷ്യയാണ് കൂടുതൽ പ്രോഫിറ്റബിൾ എങ്കിൽ എനിക്ക് റഷ്യയുമായിട്ടുള്ള സൗഹൃദം മാത്രം അവിടെ പരിഗണിച്ചാൽ മതി, നിങ്ങൾ പറയുന്നതിനനുസരിച്ചല്ല എൻ്റെ വിദേശ നയം ഞാൻ രൂപീകരിക്കുന്നത് എന്ന് പറയുകയും, എന്നാൽ ഈ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്ന പല രാജ്യങ്ങളെയും അദ്ദേഹം എക്സ്പോസ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് പല യൂറോപ്യൻ രാജ്യങ്ങളും നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരുപക്ഷെ നേരിട്ട് റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ടാവില്ല, പക്ഷേ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്നത് റഷ്യൻ ഓയിൽ തന്നെയാണ്. എൻ്റെ രാജ്യം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ കമ്പൈൻഡ് ആയിട്ട് നിങ്ങൾ വാങ്ങുന്നുണ്ട് എന്നുകൂടി പറഞ്ഞു. ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഉണ്ടായിരിക്കുന്ന, നമ്മുടെ ആ ഫോറിൻ പോളിസിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു കൃത്യമായ ഷിഫ്റ്റിനെയാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്രം പറയുന്നതിന് വേണ്ടി, വിദേശ നയം പറയുന്നതിന് വേണ്ടി ചുമതലപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഡയറക്റ്റീവ്സ് കിട്ടുന്നത് കൊണ്ടാണ് ഇത് പറയാനായിട്ട് കഴിയുന്നത്. അതല്ലാതെ ഒരു ജയശങ്കർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റ് ആണ്, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കിന്റെയും അർത്ഥം എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റ് ആണ് അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി അത് പറയണമെങ്കിൽ അദ്ദേഹത്തിനെ ഇത് എക്വിപ്പ് ചെയ്യുന്നത് ഇന്ത്യയുടെ നയമാണ്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളുടെ നയവുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ വലിയ സമ്മർദ്ദം ഇന്ത്യക്ക് മേൽ ഉണ്ടായിരുന്നിട്ടും, റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ വാങ്ങുന്നതിൽ നമ്മൾ പിന്നാക്കം പോകാതിരുന്നിട്ടും, യുക്രൈന്റെ സെലൻസ്കിയെ കാണുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ലാതെ ഹഗ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ആ ഒരു ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഗ്രഡ്ജ് വേറൊരാൾ കീപ്പ് ചെയ്യേണ്ടതില്ല. കാരണം എൻ്റെ രാജ്യത്തിന്റെ താല്പര്യം, നിങ്ങളുടെ രാജ്യത്തിനെ സംരക്ഷിക്കാൻ നിങ്ങൾ എങ്ങനെയാണോ ശ്രമിക്കുന്നത്, അതേപോലെ ഞാൻ എൻ്റെ ജനതയെയും എൻ്റെ രാജ്യത്തിനെയും സംരക്ഷിക്കാൻ
ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ദൃഷ്ടാന്തമാണ്. അദ്ദേഹം അത് പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് പോളിസിയെ ആർക്കെങ്കിലും എതിർക്കാനായിട്ട് കഴിയുമോ? എതിർക്കാൻ കഴിയുന്നത് ആർക്കാണ്? നമ്മുടെ നാട്ടിലുള്ള ഡിപ്ലോമസിയെ പറ്റി കൂടുതലായിട്ട് വറി ചെയ്യേണ്ടാത്ത ചീഫ് മിനിസ്റ്റർ പദവിയിലിരിക്കുന്ന പിണറായി വിജയനെ പോലുള്ള ആൾക്കാർക്കാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു തെമ്മാടി രാജ്യമാണ്. ഇറാനെ കുറിച്ച് അദ്ദേഹം അത് പറയുന്നില്ല. പോട്ടെ, പാകിസ്ഥാനെ പറ്റി അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. ഗാൽവനിലെ പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ചൈനയെക്കുറിച്ച് അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? അത് എന്ത് സാഹചര്യത്തിലാണ്? പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എന്താണ്? ഇതിനെക്കുറിച്ച് നമുക്കറിയാം. ഈ ഡിപ്ലോമസി എന്നതിനെ പറ്റി അദ്ദേഹത്തിന് ചിന്തിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ 2 വർഷം മുമ്പ് ഏതാണ്ട് 20 കർഷകരും കുറേയധികം ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് കൃഷി, പ്രത്യേകിച്ച് ഏത്തവാഴ കൃഷി എങ്ങനെയാണ് എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്നൊരു സംഘത്തിനെ ഇസ്രായേലിലേക്കാണ് അയച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടല്ലേ അയച്ചത്. ആദ്യം അതിനെ ഡെലിഗേഷനെ ലീഡ് ചെയ്യുന്നതിന് മന്ത്രി ഉണ്ടായിരുന്നതാണ്. പക്ഷേ പിന്നീട് എന്തോ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി അതിൽ നിന്ന് മാറുന്നു എന്നൊക്കെ പറഞ്ഞു ഉദ്യോഗസ്ഥരും കർഷകരും കൂടി ഇസ്രായേലിൽ പോയി. എന്നിട്ട് അവസാനം നമ്മുടെ പിണറായി വിജയൻ അടക്കം നാണം കെട്ടതാണ്. കാരണം ആ സംഘത്തിലുണ്ടായിരുന്ന കണ്ണൂരോ മറ്റോ ഉള്ള ഒരു കർഷകൻ പുള്ളി അബ്സ്കോണ്ടിങ് ആയി. എന്നിട്ട് അദ്ദേഹം ഈ ഡെലിഗേഷൻ മുഴുവൻ തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹം ബത്ലഹേമും ജെറുസലേമും ഒക്കെ കണ്ടതിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്നത്. പിന്നീട് 1 വർഷം പോലും ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇസ്രായേലിന്റെ കോൺസൽ ജനറൽ, സൗത്ത് ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന കോൺസൽ ജനറൽ ഇവിടെ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി അവരെ വിളിച്ചിട്ട് മീറ്റ് ചെയ്യുന്നു. അവരെ വിളിച്ച് മീറ്റ് ചെയ്തതിനു ശേഷം ഇസ്രായേലിനെ പറ്റി വളരെ പ്രകീർത്തിച്ച് സംസാരിക്കുന്നു. ഇസ്രായേലും കേരളവും തമ്മിൽ പണ്ട് മുതലേ ഉള്ള ബന്ധത്തിനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റി ഷെയർ ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. അപ്പോൾ തെമ്മാടി രാജ്യമാണോ? വന്നിരിക്കുന്ന ആളിനെ തെമ്മാടി എന്നാണോ വിളിക്കുന്നത്? തെമ്മാടി രാജ്യത്തിലേക്ക് നമ്മൾ എന്തിനാണ് വാഴക്കൃഷി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പോയിരിക്കുന്നത്? അപ്പം ഞാൻ പറയുന്നത്, നല്ല രീതിയിൽ കൃഷി ചെയ്യപ്പെടാവുന്ന വാഴകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. എന്നിട്ടും നമ്മൾ ആ വാഴക്കൃഷിയിൽ അതിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മറ്റു ചില രാജ്യങ്ങളിലേക്ക് അയച്ചു പഠിപ്പിക്കാനുള്ള വാഴക്കൃഷിയാണ് എങ്കിൽ അതിനർത്ഥം ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഗുണമുണ്ടായിട്ടുണ്ട് എന്നാണ്. ആ സമയത്ത് ഇതൊന്നും തന്നെ തെമ്മാടി രാജ്യമായിരുന്നു എന്ന് മുഖ്യമന്ത്രിക്കൊന്നും തന്നെ തോന്നിയിട്ടില്ല. ഈ ഒരു ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള വീണ്ടുവിചാരവും ഇല്ലാതെയുള്ള ഈ തരത്തിലുള്ള പ്രസ്താവനകൾ പറയാൻ വിദേശകാര്യ നയത്തിനെ പറ്റി ABCD അറിയാത്ത ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടെയാണ് ഒരുപക്ഷെ ഒരു പിണറായി വിജയനും ഒരു ജയശങ്കറും വ്യത്യസ്തരാകുന്നത്. ആ ജയശങ്കറുടെ വിദേശ നയമാണ് നമുക്ക് വേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ വാഴകൃഷി നോക്കി കഴിയട്ടെ എന്നാണ് പറയാനുള്ളത്. ശരി, ശ്രീജിത്ത് പണിക്കർ, മകൾക്ക് ജന്മദിനാശംസകൾ. താങ്ക് യു സോ മച്ച്. അഡ്വക്കേറ്റ് BN ഹസ്കർ ജോയിൻ ചെയ്യുന്നു. നേരെ അദ്ദേഹത്തിലേക്ക് തന്നെ പോവുകയാണ്. സ്വാഗതം. നമസ്തേ. എഡിറ്റേഴ്സ് ചോയ്സിലേക്ക്. ചർച്ചയുടെ ഒരു ഭൂരിഭാഗവും അങ്ങ് ഇല്ലായിരുന്നു. അതുകൊണ്ട് വളരെ നേരിട്ട് ഒരു ചോദ്യത്തിലേക്ക്. ഭാരതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യം ഇസ്രയേൽ, ഭാരതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിലെല്ലാം സഹായവുമായി എത്തിയ രാജ്യം ഇസ്രയേൽ, ഭാരതം പാകിസ്ഥാനിൽ നിന്നും പാക് സ്പോൺസേഡ് ഭീകരവാദികളിൽ നിന്നും ആക്രമണം നേരിട്ടപ്പോൾ നമുക്ക് തുണയായത് ഇസ്രയേലും ഇസ്രയേലിൽ നിന്ന് നമ്മൾ വാങ്ങിയ ആയുധങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും. ആ ഇസ്രയേലിനെതിരെ നിരന്തരമായി നേരിട്ടുമല്ലാതെയും യുദ്ധം ചെയ്യുന്ന, ആണവ ഭീഷണി പോലും മുഴക്കുന്ന, നേരിട്ടും അല്ലാതെയും ഹൂതി, ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദ സംഘടനകൾ വഴി ശല്യം ചെയ്യുന്ന ഇറാൻ, ഈ ഭരണം ഇസ്രയേൽ എന്ന ക്യാൻസർ അതിനെ തുടച്ചു നീക്കണമെന്ന് ആഹ്വാനം ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ഒരു പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തി. ഒരു പക്ഷേ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ഉപമിക്കാവുന്ന രീതിയിൽ, താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ ആ രാഷ്ട്രത്തെ തെമ്മാടി രാഷ്ട്രം എന്ന് വിളിച്ചതിനെ അങ്ങ് അനുകൂലിക്കുന്നുണ്ടോ അഡ്വക്കേറ്റ് BN ഹസ്കർ? പ്രദീപ്, കഴിഞ്ഞ 11 കൊല്ലത്തിന് ശേഷം ഇന്ത്യയുടെ ചരിത്രം തുടങ്ങുന്നു എന്ന് കരുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ 11 കൊല്ലത്തെ രാജ്യത്തിന്റെ ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഒരു മികച്ച രാജ്യമായി തോന്നും. അല്ലാത്ത മുഴുവൻ ആളുകളെയും ഇന്ത്യയുടെ ചേരിചേരാ നയം അടക്കം ഉൾക്കൊള്ളുന്ന രാജ്യത്തെ മുഴുവൻ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രം തന്നെയാണ്. ഗസയിലെ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ നിലയ്ക്കാത്ത നിലവിളി മാത്രം മതി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ തെമ്മാടി രാജ്യം എന്ന് വിളിക്കാൻ. തൊട്ടയൽഭാഗത്തുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും ഭീഷണിയായി ഇസ്രായേലിന്റെ ആ യുദ്ധക്കൊതിയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോ ഇറാനു നേരെയുള്ള യുദ്ധത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നെതന്യാഹു ഒരു രാഷ്ട്രീയമായി ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നതാണ്, യുദ്ധം എപ്പോഴും ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവരുടെ സ്വന്തം രാജ്യത്തിനുള്ളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അയൽ രാജ്യങ്ങളിലേക്ക് നോക്കുകയും അവരുമായി യുദ്ധം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞത എന്നതാണ് പലപ്പോഴും ഭരണാധികാരികൾ കരുതി വരുന്നത്. അതിന്റെ തുടർച്ച എന്നോണമാണ് നെതന്യാഹു നിലനിൽപ്പിൽ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ചില നിലപാടുകളിലേക്ക് പോകുന്നത്.
ഇറാന് നേരെ ആക്രമണമടക്കം നടത്തുന്ന തരത്തിലേക്ക് ഒരൊറ്റ വിഷയം മതി. ഹമാസോ ഹൂറ്റിയോ അതോ ഹെയ്ത്തിയോ അല്ലെങ്കിൽ ഹിസ്ബുല്ലോ തുടങ്ങിയിട്ടുള്ള തീവ്രവാദി പ്രസ്ഥാനങ്ങളെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനു നേരെ നടത്തുന്ന ആക്രമണത്തിന് നാം വലിയ ആവേശത്തോടു കൂടി ഓപ്പറേഷൻ സിന്ദൂറിനെ വാഴ്ത്തിപ്പാടുന്നത് പോലെ എന്തുകൊണ്ട് പലസ്തീൻ ജനതയെ, ഗസയിലെ പാവപ്പെട്ട മനുഷ്യരെ ചേർത്തു പിടിക്കാൻ ഇന്ത്യക്കാകുന്നില്ല എന്ന വ്യസനപൂർവമായിട്ടുള്ള സാഹചര്യത്തിലാണ്. അത്യന്തം വ്യസനത്തോടു കൂടി ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. സമയം വളരെ കുറവായത് കൊണ്ടാണ്. അങ്ങേക്ക് വളരെയധികം വ്യസനമുണ്ട് അല്ലെ നമ്മൾ ഗസയിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കാത്തതിൽ. അങ്ങ് രോഷം കൊണ്ടല്ലോ ഗസയിലെ വീണ കണ്ണീരിന്റെ പേരിൽ ഇസ്രായേലിനെതിരെ തെമ്മാടി രാഷ്ട്രമെന്ന് വിളിച്ച്. കശ്മീരിൽ 26 ജീവൻ പൊലിഞ്ഞപ്പോൾ ഭാരതത്തിലെമ്പാടുമുള്ള സ്ത്രീകളുടെ സിന്ദൂരം മാഞ്ഞപ്പോൾ എവിടെയായിരുന്നു നേതാക്കൾ? തെമ്മാടി രാഷ്ട്രമെന്നൊരു വാക്ക് നാം കേട്ടില്ലല്ലോ. ആരെയാണ് പേടിക്കുന്നത് ഹസ്കർ? താങ്കളും താങ്കൾ പിന്തുണയ്ക്കുന്ന പാർട്ടിയും. അങ്ങേക്ക് വ്യസനമുണ്ടല്ലേ, അങ്ങേക്ക് രോഷമുണ്ടല്ലേ? ഇതെങ്ങനെ സീസണലായിട്ട് വരുന്ന ഒരു സംഗതിയാണോ ഈ രോഷവും വ്യസനവും ഒക്കെ? പ്ലീസ് 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 നമ്മുടെ ഒരു ലോജിക്കിനെ ചോദ്യം ചെയ്യരുതേ, പറഞ്ഞോളൂ. അങ്ങ് പരിശോധിക്കൂ. എല്ലാ തീവ്രവാദ ആക്രമണങ്ങൾക്ക് പിന്നിലും, ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന എല്ലാ തീവ്രവാദ ആക്രമണങ്ങളും പാകിസ്ഥാനാണ് എന്ന രീതിയിൽ പഴയ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പഴയ പ്രിൻസിപ്പിളുമായിട്ടാണ് നമ്മൾ ഇപ്പോഴും വിദേശകാര്യ നയത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഭീകരവാദ ആക്രമണങ്ങളിലും അതിന്റെ ഉത്തരവാദികൾ കൃത്യമായി പാകിസ്ഥാനാണ് എന്ന് എഴുതി വെക്കപ്പെടുന്നു എന്ന സാഹചര്യമാണ്. എന്തുകൊണ്ട് ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരായി ഈ 6 തീവ്രവാദികൾ കടന്നു വന്നു? ഏതെങ്കിലും ഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഇന്ത്യയുടെ പാർലമെന്റ് വിളിച്ച്, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് അവകാശപ്പെടുന്ന പാർലമെന്റ് വിളിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് നാളിതുവരെ ഇന്ത്യയുടെ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ലെന്നേ. ഇന്ത്യ ഗവൺമെന്റ് ജനാധിപത്യത്തെ ആശ്ലേഷിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ചെയ്യേണ്ടിയിരുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് എന്തുകൊണ്ട് വന്ന തീവ്രവാദികൾ എവിടേക്ക് പോയി എന്നും അവരെ നാളിതുവരെ പിടിക്കാൻ കഴിയാതിരിക്കുന്നു എന്നുള്ളതും അതൊരു വലിയ ചോദ്യമായി, സംശയമായി ഇന്നും അവശേഷിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ ആരും നിഷേധിക്കുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂർ നടത്തി വിജയത്തെ ആരും ഒരു തരത്തിലും വില കുറച്ച് കാണുന്നില്ല. മറിച്ച് ഇന്ത്യയുടെ ജനാധിപത്യ ശ്രേണിയെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും അത് ചർച്ച ചെയ്യേണ്ട വേദി ഇന്ത്യയുടെ പാർലമെന്റ് ആണെന്നും ലോകരാജ്യങ്ങളിലെ ആകമാനം ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി ഇന്ത്യൻ പാർലമെന്റിനുള്ളിലും അത് ചർച്ചയാവണം എന്നും തന്നെയാണ് എന്റെ പക്ഷം. അതിലൊരു മാറ്റമില്ല. അതിൽ പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്നോ മാത്രമല്ലല്ലോ കാണുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഭവ സമൃദ്ധി, വിഭവശേഷി ഇന്ത്യയെ പോലെ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ഇന്ത്യ വിരുദ്ധമായതുകൊണ്ടും ഇന്ത്യക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ മാത്രമാണ് അവരുടെ ഭരണാധികാരികളുടെ മികവ് എന്നും കരുതി പോരുന്ന ഒരു ഭരണകൂടം നിലനിന്നതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരം കൂപ്പുകുത്തുന്ന രാഷ്ട്രീയ പരാജയങ്ങളിലേക്ക് ചെന്നുപെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. അത് മനസ്സിലാക്കിയാൽ ഇന്ത്യ വെച്ചു പുലർത്തുന്ന അന്ധമായ പാകിസ്ഥാൻ വിരോധവും ഒരുപക്ഷെ നാളെ ഇന്ത്യയെ ഇത്തരം ഒരു കൂപ്പുകുത്തലിലേക്ക് എത്തിക്കും എന്ന് മാത്രമേ പ്രവചനാത്മകമായി. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചെത്താം. കാര്യം സമയം ഇനി ഏതാണ്ട് ഒരു 14 മിനിറ്റ് മാത്രം ബാക്കി. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, വാഴ്ത്തിപ്പാടുന്ന ഓപ്പറേഷൻ സിന്ദൂർ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ, വന്നത് ഭീകരനെങ്കിൽ പിന്നിൽ പാകിസ്ഥാൻ തന്നെ. എന്തിനാണ് പാവം പാകിസ്ഥാനോട് ഇത്ര വിരോധം ശ്രീപത്മനാഭൻ? അല്ല, നമ്മുടെ രാജ്യത്ത് 2-3 തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസം. അത് 1980-കളിൽ ഖലിസ്ഥാൻ വാദവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിലായിരുന്നു സംഭവിച്ചത്. പിന്നീട് 1990-കളുടെ ആദ്യത്തോടുകൂടി കാശ്മീർ തീവ്രവാദികളുടെ കാര്യത്തിൽ അത് സംഭവിച്ചു. ഇത് രണ്ടും പാക് സ്പോൺസേഡ് ടെററിസമാണ്, ക്രോസ് ബോർഡർ ടെററിസമാണ്. രണ്ടാമത്തെ തീവ്രവാദ പ്രവർത്തനം, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ആയുധമെടുത്തുകൊണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ, നമ്മുടെ ഒരു പരമാധികാരത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അത് പിന്നീട് സംഭവിക്കുന്നത് ഒരു സ്ഥലം നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രദേശങ്ങളിലാണ്. അതിന് ഒരു പക്ഷേ ഖാലിസ്ഥാൻ തീവ്രവാദത്തെക്കാൾ അതിനേക്കാൾ കാലപ്പഴക്കമുണ്ട്. മിസോ നാഷണൽ ഫ്രണ്ടുകാര്, അതുപോലെ നാഗാസ്, കുക്കീസ്,
മണിപ്പൂരിലെ തീവ്രവാദികള്, ഇങ്ങനെ നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ട് ഉൾഫ തീവ്രവാദികള്, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ചൈനയുടെ രഹസ്യ സഹായത്തോടു കൂടി അവിടുന്ന് വരുന്ന ആയുധങ്ങൾ, കാരണം അവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, AK-47 അതുപോലെ സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് ഒക്കെയാണ്. അത് ബർമീസ് അതിർത്തിയിലൂടെ, ചൈന അതിർത്തിയിലൂടെ, ചൈനയുടെ ഒരു പാവ സർക്കാർ ബർമ്മ ഭരിക്കുന്ന സമയത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതിലൂടെ വരുന്ന ഒരു സംവിധാനമാണ്. അത് ഒരു പരിധിവരെ ചൈനീസ് സഹായത്തോടെ പ്രവർത്തിച്ച തീവ്രവാദ സംഘങ്ങളാണ്. മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു ബർമയിൽ. നാഗ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യാൻ, അവർ ക്യാമ്പ് ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അത് പുറത്തു വന്നത്. പിന്നെ മൂന്നാമതൊരു തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ സ്വഭാവമുള്ള പ്രവർത്തനം നടന്നത് ഈ ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ ഒറീസ, ജാർഖണ്ഡ്, മഹാരാഷ്ട്രയിലെ 1-2 ജില്ലകൾ, മധ്യപ്രദേശിലെ 1-2 ജില്ലകൾ കേന്ദ്രീകരിച്ച്, ബസ്തർ കേന്ദ്രീകരിച്ച് നടന്ന തീവ്രവാദ പ്രവർത്തനമാണ്. അത് ഈ മാവോയിസ്റ്റുകളുടെ തീവ്രവാദ ഒരു പ്രവർത്തനമാണ്. അതും ഒരു പരിധിവരെ അവർക്കും ചൈനയുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. കാരണം ചൈനീസ് CPIM മാവോയിസ്റ്റ് എന്നാണ് അവരുടെ ആ പാർട്ടിയുടെ പേര്. ഈ അടുത്ത ദിവസം അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഒരു ബാസവരാജു എന്ന് പറയുന്ന ആളെ ഇന്ത്യൻ സുരക്ഷാ സേന വധിച്ചു. ഇയാൾ ചെയ്തൊരു കാര്യം എന്താ അറിയോ? 2010 72 CRPF ജവാന്മാരെ ഒരു ദിവസം ഒരൊറ്റ ഓപ്പറേഷനിൽ കൊന്നുകളഞ്ഞ ആളാണ്, നേതൃത്വം കൊടുത്ത ആളാണ്. ആ വിദ്വാൻ മരിച്ചപ്പോ CPIയും CPMും അനുശോചനവും അയാളെ കൊന്നതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. ആലോചിച്ച് നോക്കണം. അപ്പോ ഇങ്ങനെ 3 തരം തീവ്രവാദ പ്രവർത്തനങ്ങളാണ് കാര്യമായി, അതായത് വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ആയുധങ്ങൾ എടുത്തുകൊണ്ട്, വിസ്ഫോടന സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് ബോംബ് സ്ഫോടനങ്ങളും വെടിവെപ്പും ഒക്കെ നടത്തുന്നത് ഇന്ത്യയിലുള്ളത്. അതിൽ ആദ്യം പറഞ്ഞ 2 എണ്ണം ഖലിസ്ഥാനികളും കാശ്മീർ തീവ്രവാദികളും പാക് സ്പോൺസേഡ് ആണ്, അതിലൊരു തർക്കമില്ല. അപ്പൊ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് നാം പാകിസ്ഥാനെ കുറ്റം പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പച്ചയായ പരമാർത്ഥമാണ്. കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുമ്പോഴാണ് നമ്മൾ പാകിസ്ഥാനെ കുറ്റം പറയുന്നത്. മാവോയിസ്റ്റുകൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പാകിസ്ഥാനെ കുറ്റം പറയുന്നില്ല, ആര് ഭരിച്ചാലും ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് എന്താ ശരത് പവാർ പറഞ്ഞത്? പ്രതിപക്ഷ നിരയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് മെമ്പർ ശരത് പവാർ പറഞ്ഞത്, ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം വിളിച്ചിട്ട് ഈ വിഷയങ്ങൾ തലനാരിഴ കീറാൻ പാടില്ല. കാരണം ഈ വിഷയങ്ങളൊന്നും പാർലമെന്റിൽ ചർച്ച ചെയ്ത് നമുക്ക് അങ്ങനെ ആഘോഷിക്കേണ്ട വിഷയങ്ങളല്ല. ഇപ്പോൾ അതല്ലാതെ നമ്മളുടെ മറ്റു കാര്യങ്ങളാ ചിന്തിക്കേണ്ടത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ത്യയിലെ പ്രതിപക്ഷ MP-മാർ ഉൾപ്പെടെയുള്ള അവരെ ഒരു 7 സംഘങ്ങളാക്കി വിദേശ രാജ്യങ്ങളിൽ ഭാരതത്തിന്റെ ഭാഗം വിശദീകരിക്കാൻ പറഞ്ഞയച്ചത്. അവരൊക്കെ ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ പാലസ്തീനും ഹമാസും, ഇത് രണ്ടും രണ്ടാണ്. PLO പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ അധീനതയിലുള്ളത് ഈ പറയുന്ന വെസ്റ്റ് ബാങ്കും ഗോലാൻ കുന്നുകളും ഈ ജെറുസലേമിന്റെ ഈ കിഴക്ക് തെക്ക് മേഖലയും ഒക്കെയാണ്. അവിടെ ഇപ്പോൾ വലിയ തോതിൽ സമാധാനമുണ്ട്. ഇസ്രായേലുമായി അവർ സഹവർത്തിത്വത്തിലാണ്. പക്ഷെ ഗാസ മുനമ്പ് അങ്ങനെയല്ല. ഗാസ മുനമ്പിൽ നിന്നും PLOയെ ഓടിച്ചു വിട്ടു. ആരോടിച്ചു വിട്ടു? ഹമാസ് എന്ന തീവ്രവാദ സംഘടന. ഈ ഹമാസ് പാക് അധിനിവേശ കാശ്മീരിൽ വന്നിട്ട് ഇന്ത്യയിൽ നിന്നും ജമ്മു കാശ്മീരിനെ മോചിപ്പിക്കുമെന്ന് പ്രസംഗിച്ചവരാണ് അതിന്റെ നേതാക്കന്മാര്. അത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്, ഫോട്ടോ സഹിതം. അപ്പൊ ഇങ്ങനെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വരെ സഹായം ചെയ്യുന്ന ഒരു ഭീകരവാദ സംഘടനയാണ് ഹമാസ്. അവരാണ് ഈ ഗാസ ഭരിക്കുന്നത്. അവരാണ് 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഒരു കാര്യവുമില്ലാതെ ഇസ്രയേലിൽ വന്ന് ആക്രമണം ഉണ്ടാക്കിയത്. ആക്രമിച്ചത് ഇസ്രയേലി പട്ടാളക്കാരെയാണെങ്കിൽ മനസ്സിലാക്കാം. അവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന സംഗീത പരിപാടിക്ക് വേണ്ടി വന്ന ആളുകളെ വരെ, നേപ്പാളിൽ നിന്ന് പോയ സംഗീത സംഘത്തിലെ ആൾക്കാർ, ജർമ്മനിയിൽ നിന്നും പാട്ട് പാടാൻ വന്ന ഒരു പാവം പെൺകുട്ടി, ആ കുട്ടിയെ കൂട്ട ബലാത്സംഗം ചെയ്ത് പരിപൂർണ നഗ്നയാക്കി റോഡിലൂടെ കെട്ടിവലിച്ചവരാണ്. ഭയങ്കരമായ മനുഷ്യത്വ വിരുദ്ധമായ ക്രൂരമായ നടപടികളാണ് അത് ചെയ്തത്. ഇസ്രയേലിൽ നിന്നും അനാവശ്യമായി, അതായത് ഈ ഗാസയിലെ ആൾക്കാർ ഇസ്രയേലിൽ ജോലിക്ക് വരുന്നവരാണ്. ഇവിടെ പലർക്കും അത് അറിയില്ല. ഗാസയിലേക്ക് വൈദ്യുതി സപ്ലൈ ചെയ്യുന്നത് ഇസ്രയേലാണ്.
ഗാസക്കാർ രാവിലെ ഇസ്രായേലിൽ വന്ന് ജോലി ചെയ്ത് വൈകുന്നേരം തിരിച്ചു പോകുന്നവരാണ്. അവർക്കൊരു തൊഴിൽ ഇടം കൂടിയാണ് ഇസ്രായേൽ. അപ്പൊ ഈ ഹമാസ് എന്ന് പറയുന്ന ഈ ഇറാന്റെ ഒരു എന്താ പറയാ സ്പോൺസേഡ് സംഘടന, ഇറാൻ സ്പോൺസർ ചെയ്യുന്ന 3H-ൽ ഒന്നാണ്. അവരാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പൊ പഴയ പോലെ പാലസ്തീനും ആയിട്ട് വെസ്റ്റ് ബാങ്കിലുള്ള അല്ലെങ്കിൽ ഗോലാൻ കുന്നുകളിലുള്ള ജെറുസലേമിന്റെ കിഴക്ക് തെക്ക് ഭാഗത്തുള്ള ഈ പാലസ്തീനികളുമായി ഇസ്രായേലിന് വലിയ സംഘർഷമൊന്നുമില്ല. ഈ കുഴപ്പം ഉണ്ടാക്കിയതൊക്കെ ഇവരാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ഇത് ലോകം അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു ഇന്റർനാഷണൽ സാങ്ഷനും ഇസ്രായേലിനെതിരെ വരാത്തത്. ഇപ്പോ ഇറാഖ് പണ്ട് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ വലിയ അതായത് UN സുരക്ഷാ കൗൺസിൽ ഇറാഖിനെതിരെ നടപടിയെടുക്കാനുള്ള പ്രമേയം പാസാക്കി. ഇസ്രായേലിനെതിരെ ഒന്നുമില്ലല്ലോ. കാരണം ഈ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തത്. ഇവരെ അങ്ങനെയാണ് ലോകം കാണുന്നത്. നമ്മൾ ഈ പാകിസ്ഥാനിൽ ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം ആക്രമിച്ചിട്ട് നമുക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ ഒന്നും നടക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? കാരണം നമ്മളുടെ രാജ്യത്ത് ക്രോസ് ബോർഡർ ടെററിസം പ്രത്യേകിച്ച് പണ്ട് പഞ്ചാബിലും ഇപ്പൊ കാശ്മീരിലും പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ആക്രമിക്കുന്നത്. അപ്പൊ അത് നമ്മളുടെ ഒരു സ്വയം രക്ഷാർത്ഥം അല്ലെങ്കിൽ നമ്മളുടെ ഒരു തിരിച്ചടി എന്ന നിലയിലാണ് അതിനെ കാണുന്നത്. കാർഗിലിൽ നമ്മുടെ ഭൂമി കയ്യേറി നമ്മൾ പരമ്പരാഗതമായി ഉണ്ടായ കരാർ, അതായത് മഞ്ഞുകാലത്ത് ഇരുകൂട്ടരും മലമുകളിലെ പോസ്റ്റുകൾ ഉപേക്ഷിച്ച് താഴോട്ട് പോകും, തിരിച്ചു വരും. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ പോസ്റ്റ് അവർ ഓക്കുപ്പൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്തത് പാകിസ്ഥാനാണ്. ബട്ട് അത് എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്? അവിടുത്തെ ടെറൈൻ അങ്ങനെയാണ്, ജിയോഗ്രഫി അങ്ങനെയാണ്. അതായത് അഗാധമായ ഗർത്തങ്ങളുള്ള താഴ്വരകളും നദികളും പാറക്കെട്ടുകളും മഞ്ഞുവീഴ്ച നിറഞ്ഞ സ്ഥലങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നുഴഞ്ഞുകയറ്റം സാധ്യമാവുന്നത്. ഇപ്പൊ രാജസ്ഥാനിൽ നുഴഞ്ഞുകയറ്റം എളുപ്പമല്ല, പഞ്ചാബിൽ നുഴഞ്ഞുകയറ്റം എളുപ്പമല്ല, ഗുജറാത്തിൽ നുഴഞ്ഞുകയറ്റം എളുപ്പമല്ല. പക്ഷെ പാകിസ്ഥാനിൽ കാശ്മീരിൽ എളുപ്പമാണ്, പ്രത്യേകിച്ച് കാശ്മീർ താഴ്വരയിൽ. കാരണം മലപ്രദേശമാണ്, ഗർത്തങ്ങളാണ്, ഓരോ ഇഞ്ചും എന്താ പറയാ പരിശോധിക്കാൻ സാധ്യമല്ല. പാറക്കെട്ടുകളും മഞ്ഞുവീഴ്ചയും കാടുകളും ഒക്കെ ഉൾപ്പെട്ട പ്രദേശമാണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നടത്തുന്ന നുഴഞ്ഞുകയറ്റം അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പോരായ്മയല്ല. കാരണം നമ്മുടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പട്ടാളക്കാർ എല്ലാ പ്രതിസന്ധികളും എല്ലാ തരത്തിലുള്ള എന്താ പറയാ പ്രതികൂല കാലാവസ്ഥയും എല്ലാം അതിജീവിച്ച് അവിടെ കാവൽ നിൽക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നുഴഞ്ഞു കയറുന്നത്? എല്ലാവർക്കും അറിയാം, നുഴഞ്ഞുകയറ്റം ഒന്നും തുടങ്ങിയതല്ല. നുഴഞ്ഞു കയറേണ്ട ആവശ്യമില്ലല്ലോ. മറ്റൊരു രാജ്യത്തേക്ക് തീവ്രവാദിയെ നുഴഞ്ഞു കയറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഒരു രാജ്യത്തേക്ക് നമ്മൾ തീവ്രവാദികളെ നുഴഞ്ഞു കയറ്റിക്കുന്നില്ലല്ലോ. നമ്മൾ ഒരു രാജ്യത്തിലേക്കും തീവ്രവാദികളെ ഇതെന്താ ഇന്ത്യക്ക് എന്താ ചെയ്യാൻ അറിയാത്ത? ഇതൊക്കെ ചെയ്യാൻ ആർക്കും സാധിക്കും. എന്തുകൊണ്ട് ഇന്ത്യ ചെയ്യുന്നില്ല? കാരണം ഇന്ത്യ ഈസ് എ റെസ്പോൺസിബിൾ നേഷൻ. ഇന്ത്യ ഈസ് എ റെസ്പോൺസിബിൾ, പാകിസ്ഥാൻ ഈസ് എൻ ഇറസ്പോൺസിബിൾ നേഷൻ. അതാണ് ഈ ഇസ്രായേലിനെ തെമ്മാടി രാജ്യമെന്ന് വിളിക്കുന്നവർക്ക് പാകിസ്ഥാൻ ഒരു നിരുത്തരവാദപരമായ, ലോകത്ത് ഒരു തരത്തിലുള്ള എന്താ പറയാ കീഴ്വഴക്കങ്ങളും പാരമ്പര്യങ്ങളും ചട്ടങ്ങളും കൺവെൻഷൻസുകളും ലോക നിയമങ്ങളും പാലിക്കാത്ത ഒരു ഇറസ്പോൺസിബിൾ നേഷനാന്ന് പറയാൻ ഇവര് തയ്യാറാവുന്നില്ല. അപ്പോ ഇവര് ഞാൻ പറയട്ടെ, ദേ ആർ ലിവിങ് ഇൻ ദ 1960s, 1960കളിൽ ജീവിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യയിലെ. അതാണ് ഈ കുഴപ്പം മുഴുവൻ. മാറിയ കാലഘട്ടം, മാറിയ ലോകം മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ജാതി പ്രസ്താവനകൾക്ക് ഇറക്കുന്നത്. അത് ഈ പണ്ട് CAA നിയമകാലത്ത് പറഞ്ഞതുപോലെ 4 വോട്ടിന് വേണ്ടിയാണ്. അപ്പൊ ഇതൊക്കെ സ്വയം ദ്രോഹം ചെയ്യുന്ന, അവനവന് ദ്രോഹം ചെയ്യുന്ന നിലപാടുകളാണ് അത്. ശ്രീ ശ്രീപത്മനാഭൻ, ഞാൻ തിരികെ എത്താം. അവസാന നിമിഷങ്ങളിലേക്ക് കടക്കാതെ ശ്രീ ഹസ്കർ, ദയവായി അങ്ങ് പോകരുത്. അങ്ങോട്ട് 2-3 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ഒരു വാഴക്കൃഷി ചർച്ച ചെയ്യാനുണ്ട്, UAE ചില കാര്യങ്ങൾ പറയാനുണ്ട്, പിന്നെ ഇറാനിലെ ജനതയെക്കുറിച്ചും. അഡ്വക്കേറ്റ് ഹസ്കറിലേക്കാണ് വേഗം. അഡ്വക്കേറ്റ് ഹസ്കർ, 2.5 മിനിറ്റ്, 1 മിനിറ്റ് എനിക്ക് ശ്രീ ശ്രീപത്മനാഭന് കൊടുക്കണം, 1/2 മിനിറ്റ് നമ്മുടെ ഇന്നത്തെ പോളിനുള്ള ഉത്തരം പറയാനും കൊടുക്കണം. ഒന്ന്, ഈ തെമ്മാടി രാഷ്ട്രത്തിലേക്ക് എന്തിനാണ് വാഴക്കൃഷി പഠിക്കാൻ സംഘത്തെ അയച്ചത്, കർഷകരെയും ഉദ്യോഗസ്ഥരെയും? 2, ഇറാനിലെ ജനത, ഇറാനിന് പുറത്ത് ജീവിക്കുന്ന ഇറാൻ ജനതയോട് അങ്ങ് സമ്മതിച്ചിട്ടുണ്ടോ? അവരുടെ പ്രതിഷേധ പ്രകടനം, അവരുടെ ഐക്യദാർഢ്യ പ്രകടനം കണ്ടിരുന്നോ? ഇസ്രയേലിന് അനുകൂലമായി അവരുടെ മനസ്സറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇറാന് പുറത്തുനിന്ന് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് പുറത്തുപോയി ഭാരതത്തെ കുറ്റം പറയുന്ന പോലെയല്ല, ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് ഇറാന് പുറത്തുപോയി പറയുന്ന ഇറാൻ പൗരന്മാരുടെ, ഇറാൻ സ്വദേശികളുടെ അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ടോ? 3, UAE അടക്കമുള്ള അറേബ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ GCCയിൽ ജോലി ചെയ്യുന്ന, ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ അഭിപ്രായം ആരാഞ്ഞിട്ടാണോ അങ്ങയും അങ്ങയുടെ നേതാക്കളും ഇസ്രയേലിനെ തെമ്മാടി രാഷ്ട്രമെന്നും ഇറാനോട് അനുകമ്പയും അനുതാപവും പ്രകടിപ്പിക്കുന്നത്? ശ്രീ ഹസ്കർ, 2.5 മിനിറ്റ്.
പ്രദീപ്ജി, അങ്ങ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ലോകത്താകമാനമുള്ള പ്രവാസ ജീവിതത്തിന്റെ ഒരു വലിയ തോതിൽ പ്രവാസ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുകയും പ്രവാസികളെ ലോകത്താകമാനം യാത്ര ചെയ്തു വരികയും ചെയ്ത ഒരു രാജ്യമായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദന്മാർ എന്ന് പറയുന്നത്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുടെ ബുദ്ധികേന്ദ്രങ്ങളായി ഇന്ന് പ്രവർത്തിക്കുന്നത് യഹൂദന്മാരാണ്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അപ്പൊ സ്വാഭാവികമായും അവർക്ക് ലഭിച്ചിട്ടുള്ള സാങ്കേതിക മികവ് ലോകത്ത് കിടേറ്റതാണ്. വിശേഷ്യ കൃഷിയുമായി ബന്ധപ്പെട്ട് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നതിന്, ഏറ്റവും മികച്ച സ്ഥലപരിമിതിയിൽ നിന്നുകൊണ്ട് കൃഷി ചെയ്യുന്നതിന്, ഏറ്റവും മികച്ച വിളവെടുപ്പ് ഉണ്ടാക്കുന്നതിന് ഒക്കെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ യാത്രയുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്ന അനുഭവങ്ങൾ നേടുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും അത്തരം അനുഭവങ്ങൾ നേടുന്നതിന് മലയാളിക്ക് അവകാശമുണ്ട്. മലയാളി തുടങ്ങിയ കാലം മുതൽ യാത്ര ചെയ്യുകയും പ്രവാസ ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന ജനതയാണ്. സ്വാഭാവികമായും മറ്റുള്ളവരെ അനുകരിക്കുകയും അത് കണ്ടുപിടിക്കുകയും ചെയ്യുക, അതും വിശിഷ്യ കൃഷിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. രണ്ട്, ഇസ്രായേലിൽ താമസിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവിടെ മലയാളികൾ ഇസ്രായേലിൽ പോയി അവിടെ വലിയ തൊഴിലൊന്നും അല്ല ചെയ്യുന്നത്. അത് വളരെ കൃത്യമായിട്ട് എന്ത് തൊഴിലാണ് അവരവിടെ ഇപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. അവിടെ ജീവിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റിപ്പോ UAE ജീവിക്കുന്ന പ്രവാസികളെ പോലെ അല്ല ഇസ്രായേലിൽ ജീവിക്കുന്ന പ്രവാസികൾ മഹാഭൂരിപക്ഷം. ചിലർ കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, മറ്റു ചിലർ വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഇസ്രായേൽ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത. സ്വാഭാവികമായി വളരെ പെട്ടെന്ന് അപ്പൊ സ്വാഭാവികമായി അതാണ് ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇസ്രായേലിന്റെ രാഷ്ട്രീയ നിലപാടുകളെ, ഇസ്രായേൽ ഗസയിലെ പാവപ്പെട്ട മനുഷ്യരെ 55,000-ഓളം മനുഷ്യ ജീവനുകളെ ഇല്ലാതാക്കിയ ഒരു രാജ്യത്തെ തെമ്മാടി രാജ്യം എന്ന് 10,000 ആവർത്തി വിളിക്കണം എന്ന നിലപാടാണ് എനിക്കുള്ളത്. റൈറ്റ്, വളരെയധികം നന്ദി. അങ്ങേ ഈ ഒരു മിനിറ്റ് ശ്രീ ശ്രീപത്മനാഭനിലേക്ക് 2-3 കാര്യങ്ങൾ അങ്ങ് തന്നെ മറുപടി പറഞ്ഞാൽ നന്നായി. ഈ പ്രവാസ ജീവിതം ആസ്വദിക്കാനാണോ 19 കൊല്ലം മുമ്പ് മലയാളികൾ ഉരുവിൽ കയറിയും ഗഫൂർക്ക ദോസ്തിനെയും വിളിച്ചുകൊണ്ട് റാസൽ ഖൈമയിലും ഉമ്മൽ ഖൈനിലും പോയി ഇറങ്ങിയത്, അതോ നാട്ടിൽ ജോലി കിട്ടാത്തതുകൊണ്ട് പട്ടിണി മാറ്റാനോ? 2, ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വാഴ്ത്തിപ്പാടിയ സംഭവത്തിൽ നമ്മൾ എന്തിനാണ് പാകിസ്ഥാനിലെ 9 ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളും വോളിബോൾ ഗ്രൗണ്ടുകളും ഒക്കെ ഇങ്ങനെ മിസൈൽ ഉപയോഗിച്ച് തകർത്തത്? ശ്രീ ശ്രീപത്മനാഭൻ, 1 മിനിറ്റ്. അല്ല, ഇതെന്താ അറിയോ, മലയാളി ഇന്ന് വലിയ തോതിൽ ഇസ്രായേലിൽ ജോലിക്ക് പോകുന്നുണ്ട്. ഹോം നേഴ്സ് അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് കിട്ടുന്ന റെന്യൂമറേഷൻ 1 ലക്ഷം രൂപ വരെയാണ്. കാരണം നമ്മുടെ കറൻസിയും ഇസ്രായേലി കറൻസിയും അല്ലെ ഡോളറും നമ്മളെ കറൻസിയും തമ്മിലുള്ള വിനിമയ വ്യത്യാസത്തിന്റെ ഒരു ഗുണമാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഉത്തർപ്രദേശിൽ നിന്നും ഏതാണ്ട് 1.5 ലക്ഷം ആളുകൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പൊ കിട്ടുന്ന കണക്ക്. അപ്പോൾ നമ്മളെ രാജ്യത്തിന് തൊഴിൽ നൽകുന്ന, ഇന്ത്യക്കാർക്ക് തൊഴിൽ നൽകുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഈ ഹമാസും ഈ ഗാസയും കൊണ്ട് ഇന്ത്യ രാജ്യത്തിന് കാരണന്റെ ഗുണമില്ല എന്ന് മാത്രമല്ല, അവർ ഈ കാശ്മീരിൽ വന്നിട്ട് ഇടങ്ങാറുണ്ടാക്കുന്ന ആൾക്കാരുമാണ്. അതേ സമയത്ത് സൗദി ഉൾപ്പെടെയുള്ള അറബി രാജ്യങ്ങൾ ഇസ്രായേലുമായി ഇന്ന് സൗഹൃദമായ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്തിനാണ് പാകിസ്ഥാനുമായിട്ട് ഈ യുദ്ധം ചെയ്തത് എന്നുള്ളത്, അത് ഇസ്രായേൽ എന്തിനാണ് ഇറാനെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ ഗാസയിൽ എന്തിനാ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് എന്നുള്ളതിന്റെ അതേ ഉത്തരമാണ്. കാരണം ഇല്ലെങ്കിൽ നാളെ അവരുണ്ടാവില്ല. ഇന്ന് അവർ ഇറാനെ അടിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് അവർ ഹമാസിനെ അടിച്ചിട്ടില്ലെങ്കിൽ നാളെ അവരുണ്ടാവില്ല. നിലനിൽപ്പിന്റെ പോരാട്ടം എന്ന് തന്നെയാണ് ശ്രീ നെതന്യാഹു പറഞ്ഞത്. ശ്രീ ശ്രീപത്മനാഭൻ, സമയം അതിക്രമിച്ചുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ലോകം കാണാൻ പോകുന്നത് 3ാം ലോക മഹായുദ്ധമാണോ? നമുക്ക് കാണാം അതിൻ്റെ റിസൾട്ട്. അതെ എന്ന് 37% മാത്രം പറയുമ്പോൾ ഇല്ല എന്ന് തീർത്ത് പറയുന്നു 63%. തെമ്മാടി രാഷ്ട്രം എന്ന് ഹസ്കറിന്റെ നേതാക്കളും വിശേഷിപ്പിച്ച ഇസ്രയേൽ നടപടി ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കില്ല എന്നും ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അത് തടയുന്നതിൽ ഭാരതത്തിന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന്. എല്ലാ അതിഥികൾക്കും നന്ദി. എഡിറ്റേഴ്സ് ചോയ്സ് ഇവിടെ സമാപിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ടുനൈറ്റുമായി VS കൃഷ്ണരാജ് ചേരും. നമസ്തേ.